സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. പേര് വിവരിക്കുന്നത് പോലെ തന്നെ ഭൂമിക്ക് മുകളിലുള്ള എന്തും ചർച്ച ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ചിന്താശേഷിയുള്ള ഒരു കൂട്ടായ്മയാണ് ഭൗമം. ഭൗമത്തിന്റെ പ്രവർത്തനങ്ങളെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഞാൻ കിരൺ കേശവനെ ക്ഷണിക്കും. താങ്ക് യു, നന്ദി. ഭൗമത്തിന്റെ തുടർച്ചയായുള്ള വെബിനാറുകളുടെ പുതിയൊരു വെബിനാർ, അടുത്തൊരു വെബിനാർ, മാറുന്ന ഭക്ഷണശീലങ്ങൾ, രോഗം തേടുന്ന രുചികൾ എന്ന വിഷയത്തിൽ തയ്യാറായിരിക്കുകയാണ്. എല്ലാ സ്പീക്കേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭൗമത്തിന് പുറത്തു നിന്നുള്ളവർക്ക് വേണ്ടി മാത്രം ഭൗമം എന്താണ്, ഭൗമം വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2016 മാർച്ച് 28-ന്, അതായത് ഒരു മാർച്ച് 28 ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, 2 ദിവസം മുന്നേ ഭൗമത്തിന്റെ പിറന്നാളായിരുന്നു. 2016 മാർച്ച് 28-ന് രൂപീകരിച്ച വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് BSI ഭൗമം സോഷ്യൽ ഇനീഷ്യേറ്റീവ് എന്ന പേരിൽ സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, സന്തോഷങ്ങളെക്കുറിച്ച്, നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത്. ഭൗമം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിക്ക് മുകളിലുള്ള എന്തും എന്നാണ് വിവക്ഷ. ഭൗമം ചർച്ചയ്ക്ക് വിധേയമാക്കാത്ത ഒരു വിഷയവുമില്ല. മുഴുവൻ സമയവും ഭൗമം ഗ്രൂപ്പ് ആക്റ്റീവ് ആയിരിക്കും. കാരണം ഭൂമിയുടെ ഒരു വശത്ത് പകലാവുമ്പോൾ മറുവശത്ത് രാത്രിയും, മറുവശത്ത് പകലാവുമ്പോൾ മറ്റൊരു സ്ഥലത്ത് രാത്രിയുമായിരിക്കും. അപ്പോൾ മുഴുവൻ സമയവും ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. 7 ഭൂഖണ്ഡങ്ങളിൽ നിന്നും സമൂഹത്തിന്റെ പല തട്ടുകളിലുള്ള ആളുകൾ നമ്മുടെ ഭൗമത്തിൽ ഉണ്ട്. രാഷ്ട്രീയം, സമൂഹം, മതം, ആരോഗ്യം, മനുഷ്യാവകാശം, ദൈവശാസ്ത്രം, സാഹിത്യം, സിനിമ, സാമ്പത്തികം, നിയമം, സാമൂഹിക നീതി, വിദ്യാഭ്യാസം, പരിസ്ഥിതിയെക്കുറിച്ച്, അങ്ങനെ ഭൂമിയിലുള്ളതെന്തും ഭൗമത്തിന്റെ ചർച്ചയ്ക്ക് ഭാഗമാണ്. ഭൗമികർ വിവിധ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ്. നിരീശ്വരവാദികളുണ്ട്, വിശ്വാസികളുണ്ട്, വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഏറെ ഡോക്ടർമാരുണ്ട്, അഭിഭാഷകരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ആർക്കിടെക്റ്റുകളുണ്ട്, അധ്യാപകരുണ്ട്, അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്, ബാങ്കിങ് പ്രൊഫഷണൽസ് ഉണ്ട്, മാനേജ്മെന്റ് വിദഗ്ധരുണ്ട്, സംരംഭകരുണ്ട്, ശില്പികളുണ്ട്, കോടീശ്വരന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, ചരിത്രകാരന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്, സാമൂഹിക പ്രവർത്തകരുണ്ട്, അമേരിക്കൻ പൗരന്മാരുണ്ട്, അമേരിക്കൻ വിദ്വേഷികളുണ്ട്. അങ്ങനെ ഭൗമികരുടെ നീണ്ട് കിടക്കുകയാണ്. യൂറോപ്പിനെ കുറിച്ച് പറയാതിരിക്കുന്നില്ല, യൂറോപ്യന്മാരുണ്ട്. 20-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവർ രാവും പകലും ഭൗമത്തിന്റെ സമയരേഖകളെ തികച്ചും അപ്രസക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈവിധ്യങ്ങളുടെ ഒരു മേളനമാണ് ഭൗമം. തീർച്ചയായും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ഭൗതിക വ്യാപാരങ്ങളുടെ മാറ്റുരയ്ക്കലും സർവ്വസാധാരണമാണെങ്കിലും ഭൗമികരുടെ സ്നേഹം കൊണ്ട് അതെല്ലാം വിളക്കി ചേർക്കപ്പെട്ടിരിക്കുന്നു.
ഭൗമികരുടെ ആ പാരസ്പര്യത്തിൽ നിന്നും തന്നെയാണ് BSI എന്ന് പറയുന്ന ഭൗമ്യ സോഷ്യൽ ഇനീഷ്യേറ്റീവ് പിറവിയെടുക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനും മതവിശ്വാസങ്ങൾക്കും അതീതമായി പുതിയൊരു മാതൃക സൃഷ്ടിക്കുക, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, നിരന്തരമായി അന്വേഷിക്കുകയും അറിവ് പങ്കിടുകയും ചെയ്യുക, സുസ്ഥിരമായ വികസനം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി നിരവധി ലക്ഷ്യങ്ങളോടെയാണ് 2019 ഭൗമം തുടങ്ങി 3 വർഷത്തിന് ശേഷമാണ് BSI ഭൗമത്തിന്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിച്ചത്. പ്രളയകാലം നമുക്ക് മറക്കാനാവില്ല. പ്രളയകാലത്ത് 25 ലക്ഷം രൂപയിൽ കൂടുതലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് BSIക്ക് കഴിഞ്ഞു. മഹാമാരിയുടെ കാലത്ത് ഏതാണ്ട് 200 ടാബ്ലറ്റുകൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിർധനരായ 3 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന 4 സന്നദ്ധ സംഘടനകൾക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ നിരവധി ഓൺലൈൻ ഓഫ്ലൈൻ സെമിനാറുകളും BSI ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് BSI അതിന്റെ യാത്ര തുടരുകയാണ്. ഭൗമം പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായിട്ട് ഇന്ന് നടക്കാനിരിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭൗമത്തെക്കുറിച്ച് പങ്കുവയ്ക്കാൻ ഇത്രയുമാണുള്ളത്. BSIക്ക് വേണ്ടി നന്ദി. നന്ദി കിരൺ. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ ഈ ചർച്ച നയിക്കുന്നത് അഡ്വക്കേറ്റ് രാജേഷ് സി മുട്ടത്താണ്. ഈ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് ഈ ഒരു ചർച്ച നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ് രാജേഷ്. ഒരു ഫുഡ് എൻതൂസിയാസ്റ്റ് ആണ്, ഒരു ഫുഡ് ആക്ടിവിസ്റ്റ് ആണ്. രാജേഷ്, ഓവർ ടു യു. താങ്ക് യു. ഞാൻ രാജേഷ് സി മുട്ടത്ത്, വക്കീലാണ്, കൊതിയനാണ്. ഒരിക്കൽ ഭക്ഷിക്കുന്നവൻ യോഗി, 2 ആയാൽ ഭോഗി, 3 ആയാൽ രോഗി എന്ന മാനദണ്ഡം അനുസരിച്ച് നോക്കിയ ഒരുപക്ഷെ ഞാൻ മഹാരോഗിയാണ്. വാട്സാപ്പ് സ്റ്റാറ്റസിലും ഫേസ്ബുക്കിലും ഭക്ഷണ ചിത്രങ്ങളാണ് നിറയെ. രുചികൾ തേടി മാത്രം യാത്രകൾ ചെയ്യാറുണ്ട്. ഭക്ഷണകാര്യത്തിൽ സ്വന്തം ആയിട്ടുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥിതിക്ക് സ്കൂൾ കുട്ടികളെ ആ ഉത്തരവാദിത്വം പഠിപ്പിക്കാനായിട്ട് റെസ്പോൺസിബിൾ ഈറ്റിംഗ് ഡ്രൈവ്, റെഡ് തുടങ്ങിയ സംരംഭങ്ങൾ ഇടയ്ക്കിടെ തുടങ്ങി വയ്ക്കാറുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ ജീവിതശൈലി രോഗങ്ങളും സ്വന്തമായിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചാ വിഷയത്തിന് ഏറ്റവും അനുയോജ്യനായ മോഡറേറ്ററെ കണ്ടുപിടിച്ച കൃത്യതയ്ക്കും അഖില ലോക ഇഡ്ലി ദിനത്തിൽ തന്നെ ഈ ചർച്ച സംഘടിപ്പിച്ച ഔചിത്യബോധത്തിനും സംഘാടകരെ ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് ഭൗമം സോഷ്യൽ ഇനീഷ്യേറ്റീവ് നടത്തുന്ന മാറുന്ന ഭക്ഷണശീലങ്ങൾ, രോഗം തേടുന്ന രുചികൾ എന്ന വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഭക്ഷണ രീതികൾ മാറിയിട്ടുണ്ട്, അത് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കത്തിന് സ്ഥാനമില്ല. ഞാൻ പറയുന്നത് പുട്ടും കടലയിൽ നിന്ന് ചിക്കൻ ബർഗറിലേക്കും ഇഡ്ലി സാമ്പാറിൽ നിന്ന് പാൻകേക്ക് മേപ്പിൾ സിറപ്പിലേക്കുള്ള പാരമ്പര്യ വ്യതിയാനമല്ല. അത് അത്തരം പാരമ്പര്യ സ്നേഹം ഭക്ഷണ കാര്യത്തിലെങ്കിലും വളരെ ഉപരിപ്ലവമായ ഒന്നാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. നമ്മുടെ മൈസൂർ മസാല ദോശയേക്കാൾ കാലറി ഹെവി ആയിട്ടുള്ള ഒരു സ്നാക്ക് കണ്ടുപിടിക്കാൻ ഒരുപക്ഷെ യൂറോപ്പ് മാത്രമല്ല മൊത്തം ലോകം തന്നെ ചുറ്റേണ്ടി വരുമായിരിക്കും. ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായി നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന ചില മാറ്റങ്ങളെ കുറിച്ചാണ്. പല പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇൻക്രീസ്ഡ് intake of processed food, high sugar intake, drink, desserts, decreased fiber consumption, പഴത്തേക്കാൾ പഴച്ചാറുകൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു ശൈലി, ഷിഫ്റ്റ് ഇൻ പോർഷൻ സൈസസ്, അതിന് കാരണങ്ങൾ അബണ്ടൻസ് ഓഫ് ഫുഡും പിന്നെ അത് വാങ്ങിക്കുന്ന പർച്ചേസിംഗ് പവറും. ഷിബുവിന് എന്തോ എതിർപ്പുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും ഞാൻ തുടരുകയാണ്. പിന്നെ ഈ ഷിഫ്റ്റ് ഇൻ പോർഷൻ സൈസസ്, അത് ഞാൻ പറഞ്ഞ പോലെ. പിന്നെ പ്രിഫറൻസ് ടു ടേസ്റ്റ് ഓവർ ന്യൂട്രീഷൻ. അടിസ്ഥാനപരമായിട്ട് വരുന്ന നമ്മുടെ ഭക്ഷണക്രമത്തിലെ വ്യത്യാസങ്ങളാണ് ടേസ്റ്റിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു നിലപാട്. പിന്നെ ലാക്ക് ഓഫ് ഡിവേഴ്സിറ്റി, പലതരം ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതെ ഇഷ്ടമുള്ള ഭക്ഷണം സ്ഥിരമായിട്ട് കിട്ടുന്ന സ്ഥിതിക്ക് ആ ഡൈവേഴ്സിറ്റി നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നും പല പഠനങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. ഇത്തരം മാറ്റങ്ങൾക്ക്, ഈ ഭക്ഷണ രീതികളിലുള്ള ഇത്തരം മാറ്റങ്ങൾക്ക് പല കാരണങ്ങളുമുണ്ട്. പൊതുവായിട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ പർച്ചേസിംഗ് പവർ കൂടിയത്, കൺസ്യൂമേഴ്സിന്റെ പർച്ചേസിംഗ് പവർ കൂടിയത് ഒരു വലിയ ഫാക്ടറാണ്. പണം കൂടി, പണം ചിലവഴിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ മാറി,
ആൾക്കാർ തിരക്കിലായി. അപ്പൊ കൺവീനിയൻസ് ഒരു പ്രശ്നമാണ്. സ്വിഗ്ഗിയും സൊമാറ്റോയും വന്നു. ഭക്ഷണം അബണ്ടന്റ് ആയി, അവൈലബിൾ ആയി. എല്ലാതരം ഭക്ഷണങ്ങളും എല്ലായ്പ്പോഴും കിട്ടിത്തുടങ്ങി. ഞാൻ ഈ ആഴ്ചയുടെ പ്രത്യേകത അനുസരിച്ച് പറയുകയാണെങ്കിൽ, ക്രിസ്ത്യാനികൾ വിശുദ്ധവാരത്തിൽ മാത്രം കഴിച്ചിരുന്ന കൊഴുക്കട്ട കട്ട മധുരമാണ്. അത് 365 ദിവസം കിട്ടിത്തുടങ്ങി. എല്ലാ ഭക്ഷണവും എല്ലായ്പ്പോഴും കിട്ടിത്തുടങ്ങി. യാത്രകൾ ഇതിലൊരു ഇൻഫ്ലുവൻസിങ് ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. യാത്രകളിലൂടെ നമ്മൾ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ യാത്രകളിലൂടെ നമ്മൾ പുതിയ രുചികൾ പരിചയപ്പെടുന്നുണ്ട്. ഈ പുതിയ രുചികൾ പലപ്പോഴും അക്വയർഡ് ടേസ്റ്റുകൾ കൊണ്ട് നമ്മൾ സ്വായത്തമാക്കുന്നു. അതുകൂടെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ കടന്നു വരുന്നു. ഈ പുതിയ രുചികളെ യാത്രികർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ. പണ്ടൊന്നും കേട്ടുകേൾവിയില്ലാത്ത കുസീൻസ്, മലൈ, വിയറ്റ്നാമീസ്, ഈ കുസീൻസിനൊക്കെ സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റുകൾ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. കൾച്ചറൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈറ്റിംഗ് ഔട്ട് കൾച്ചർ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പമുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈജീന്റെ കാര്യത്തിലും ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസിന്റെ കാര്യത്തിലും കുക്കിംഗ് സ്റ്റൈലിലും നമ്മുടെ കൺട്രോൾ പോയി. അത് കൺട്രോൾ ചെയ്യുന്നത് ആ റെസ്റ്റോറൻറ്റിലെ ആൾക്കാരാണ്. ഭക്ഷണത്തിന്റെ ഡിസിപ്ലിൻ, ഈ ഇന്നത്തെ സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടർ GN രമേശ് ചൂണ്ടിക്കാണിച്ചതുപോലെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിവില്ലാത്തതല്ല, ഇഗ്നറൻസ് ഓഫ് ഈറ്റിംഗ് ഹാബിറ്റ്സ് അല്ല, ഇഗ്നോറിംഗ് ഓഫ് ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ്. ഗെയിൻഡ് നോളജ്, നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള വിവരം ഉപയോഗിക്കാതിരിക്കുകയോ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഫിൽട്ടർ ചെയ്യുകയോ ചെയ്യുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുണ്ട്. അതും ഈ ഭക്ഷണശീലങ്ങളിലെ വ്യതിയാനങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ കാരണം ഭക്ഷണം ഒരു വലിയ ബിസിനസ്സായി മാറി എന്നുള്ളതാണ്. ടേസ്റ്റ് സുപ്രീമായി പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രാക്ടീസുകളും നടത്താനുള്ള ഒരു വേദിയായിട്ട് ഭക്ഷണത്തിന്റെ ബിസിനസ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട ഒരു ഭക്ഷണക്രമത്തിലെ വ്യതിയാനങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് കാരണങ്ങൾ പിന്നെയുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിൽ ഇനിയും പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഈ മാറിയ ഭക്ഷണ രീതികൾക്ക് അതിൻ്റെതായ ഗുണങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരിക്കലും പരിചയമില്ലാത്ത രുചികൾ പരിചയപ്പെടാൻ പറ്റുന്നു. ഇറ്റ്സ് നോട്ട് എനിമോർ ഫുഡ്, ഇറ്റ്സ് അബൌട്ട് ഈറ്റിംഗ് എക്സ്പീരിയൻസസ്, ഇൻക്രീസ്ഡ് കൺവീനിയൻസ്. ഇതൊക്കെ അതിന്റെ ഗുണങ്ങളാണ്. പക്ഷേ ഈ പുതിയ രുചികൾക്കൊപ്പം രോഗങ്ങളും കടന്നു വന്നു. പഴയ രോഗങ്ങളുടെ അളവ് കൂടി, രോഗികളുടെ എണ്ണം കൂടി, പുതിയ രോഗങ്ങൾ കടന്നു വന്നു. ഏറ്റവും പൊതുവായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് വിശ്വസിക്കുന്ന രോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒബീസിറ്റി രോഗമാണോ എന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ പറയട്ടെ. പക്ഷെ അത് പല രോഗങ്ങളുടെയും തുടക്കമായിട്ട് കാണുന്നുണ്ട്. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഇതൊക്കെയാണ് അതിന്റെ കോൺസിക്വൻസസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് ഡോക്ടർ GN രമേശ് ഭക്ഷണത്തിലും ഭക്ഷണ രീതികളിൽ നിന്നും വ്യക്തികൾക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച്, അവയുടെ കാരണങ്ങളെക്കുറിച്ച്, അവയെ സമീപിക്കേണ്ട രീതികളെക്കുറിച്ച് സംസാരിക്കും ആദ്യത്തെ ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് ഭക്ഷണ രീതികളുടെ മാറ്റം കൊണ്ട് സമൂഹത്തിനുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവയെ നേരിടേണ്ട വിധങ്ങളെക്കുറിച്ചും സർക്കാരുകൾ എങ്ങനെ അവരുടെ പോളിസിയിലും പ്രാക്ടീസിലും എന്തൊക്കെ നടപടികൾ എടുക്കുന്നു, എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഡോക്ടർ ബിപിൻ ഗോപാൽ, DHSന്റെ അഡീഷണൽ ഡയറക്ടറാണ്, സംസാരിക്കും. മൂന്നാമത്തെ ഭാഗത്ത് മാറുന്ന ഭക്ഷണ രീതികൾ ഭക്ഷണ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഡോക്ടർ മുസ്തഫ, ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്, സംസാരിക്കുന്നതാണ്. അതിനുശേഷം ഇതിനോടനുബന്ധമായിട്ട് എന്തെങ്കിലും കൂടുതൽ സംസാരിക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ ഈ പ്രഭാഷകര് കുറച്ചുകൂടെ ഇതിനോട് അനുബന്ധമായിട്ട് സംസാരിക്കും. അതിനുശേഷം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഞാൻ ഡോക്ടർ GN രമേശിനെ ആദ്യത്തെ ഭാഗം സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്.
ഡോക്ടർ ജി എൻ രമേഷിനെ കുറിച്ച് എന്തു പറയണമെന്ന് ഞാൻ അന്വേഷിച്ചു പോകും. ഓഫ് കോഴ്സ് എനിക്കറിയാം ആസ്റ്റർ മെഡ്സിറ്റിയിലെ സീനിയർ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ്. പക്ഷെ ആളുടെ റോട്ടറി പ്രൊഫൈലിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടു കഴിഞ്ഞാൽ വക്കീലായ എനിക്ക് ആദ്യത്തെ പ്രശ്നം ഇതിനൊക്കെ എവിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അടുത്ത 4 പേജുകളിൽ അതിനുള്ള എവിഡൻസും ഉണ്ടായിരുന്നു. എവിഡൻസിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. ഇറ്റ്സ് വെരി ടെല്ലിംഗ്. A renowned gastroenterologist of international fame, a great leader, powerful orator, meticulous organizer, unassuming philanthropist, and a popular singer. We didn't know that. G. N. Ramesh. Dr. Ramesh, tell us about the impact of changing food choices and food habits on our health, the diseases, the treatment, the management, the prevention, everything you know about that, please. Thank you very much, Rajesh. That was a great intro to the topic and the subject that we are going to deal with. And it's a great pleasure. Thank you for having me with you this evening. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചത് നാല് ചോദ്യങ്ങളാണ്. ഒന്ന്, ഈ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടുണ്ടാവുന്ന ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്താണ്, വാട്ട് ഈസ് ദി ഇമ്പാക്ട്. രണ്ടാമത്തത്, ഓഫ് കോഴ്സ്, സ്പെസിഫിക് ഹെൽത്ത് ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു ഫുഡ് ഹാബിറ്റ്സ്. Third, മൂന്നാമത്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് വി ക്യാൻ ഡു ടു പ്രിവെൻറ്റ് ഇറ്റ്. നാലാമത്തത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ, ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പുതിയ ഈ ഫാഷൻ ഡയറ്റ്സ് ഓർ ഫാഡ് ഡയറ്റ്സിനെ കുറിച്ച് നമുക്ക് വിൽ ഹാവ് ടു സ്പെൻഡ് സം ടൈം, ആൻഡ് ദാറ്റ് ഇസ് ഐ ബിലീവ് ദാറ്റ് it's probably the most important. Coming on to the first question, what is the impact of food habits on health and lifestyle disorders? ഈ ഫുഡ് ഹാബിറ്റ്സും ഹെൽത്ത് ഡയറ്റ് ഇതിൻ്റെ ബോത്ത് പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാവും, നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാവും. Let us look at the positive impact. Positive impacts are 5 mainly. There will be many, but 5 broad categories. One, if we pay attention to what we take in, we can improve the intake of nutrients, which are so essential to the vitality of our body. So adopting healthier food habits can lead to increased consumption of essential nutrients. The essential nutrients are the vitamins, minerals, fiber, antioxidants. All these things are essential for the overall health and well-being. The second positive impact is weight management. Now, weight management is very, very clearly linked to the food that we take. Making healthier food choices and portions, Rajesh Nerte he had referred to this as portions. The portions can control, can help in achieving and maintaining a healthy weight. Reducing the risk of obesity. Obesity, is it a disease? Is it a disorder? Or is it something that is a part of normal life? As a medical person, I can vouch for the fact that obesity has to be a disease, because that is associated with a whole lot of negative impact on health. And what is it? Risk of diabetes, risk of heart disease, risk of certain cancers. Cancers, we never talk about cancers as linked to obesity, but there are a whole list of cancers that are actually linked to obesity. So an obese individual runs a risk of developing numerous lifestyle disorders. Adile cancer oru lifestyle disorder aanu. The third positive impact is the reduced risk of chronic diseases. Chronic diseases പറഞ്ഞാൽ hypertension, cholesterol, triglycerides, type 2 diabetes, and heart disease. These are all chronic conditions that are linked to the diet as such. നാലാമത്തെ പോസിറ്റീവ് ഇമ്പാക്ട് ഇസ് എനർജി ലെവൽസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. we drink some drink, we feel energetic. We
take something, we feel a bit dull, especially sugary foods, food items കഴിച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഭയങ്കര മയക്കം പോലെ you feel your energy levels are low, you start feeling drowsy, you're not able to work to your potential. Definitely a diet which is rich or good in fruits, vegetables and lean proteins, definitely energy levels are higher. A diet that is rich in fats or sugars actually brings down the energy levels and also brings down the mood and overall productivity. And the fifth positive impact of a food habit is a good food habit is digestive health, especially gas, vayar bloating, constipation, or malabandham. These are all linked to the digestive health, which is influenced by a fiber-rich food or a healthy diet. So are some negative impacts? It is now easy for us to guess that if food തെറ്റിയാൽ, there are so many other negative impacts. Mainly it is about weight gain and other eating disorders. So therefore, changing food habits definitely has got a very, very significant impact on individual health. Now, what are the common lifestyle diseases? There is a concept which is gaining ground. That is a concept about wellness and positive health. What is this wellness and positive health? Wellness and positive health, put very simply, is happy living. You feel good about the fact that you're living, and you feel good about the fact that you're living well with the optimal energy. You're able to do whatever you can. You don't feel too tired, and still are fresh. If you're not fresh towards the afternoon or evening, that means there's something wrong with your diet. There is something wrong with your lifestyle. But what are these lifestyle disorders? The lifestyle disorders are mainly heart disorders. Type 2 diabetes. Let me tell you that Kerala has got probably one of the highest incidence of diabetes in the world. And we can actually, it's not a good label to have, but we are sometimes also, we've got the dubious distinction of having the highest lifestyle disorders in the world. So we have to be very careful. Third is obesity. Obesity, you would have all heard of a terminology called body mass index. I can see around 40 people who have joined. I wonder how many of you know your own BMI. That is very important. BMI is very simple to calculate. Mobile app download or feed in your height and your weight, and you will get a value. If the value is more than 30, that means you are obese. If the value is between 25 and 30, it means you are overweight. Overweight obesity very good. Congratulations, Vinod. That's the way to go about it. So being overweight is a gateway or opening the door to development of lifestyle disease. But being obese is a sure shot way to develop at least one or two lifestyle diseases in the immediate future. That is the difference between overweight and obesity. Overweight can be easily reversed. Obesity, you have to put in a lot of effort. What are the other lifestyle diseases? Some cancers. Cancers, colon cancer, breast cancer, lung cancer, prostate cancer. These are the 4 cancers that are actually linked to diet, physical inactivity, tobacco use, and lifestyle problems, and even alcohol consumption. We will come to alcohol consumption during discussion. Asthma, fatty liver disease, and osteoporosis. Now, if I may just share my screen, and I'll tell you what is the problem. The problem is that we have a big problem coming our way. I hope you can see the screen. May not be complete, but yes, this is the tsunami that we are going to face. What the tsunami
comes with is that by the year 2040, it will be somewhere here, 50% of our population will have a condition called fatty liver, non-alcoholic fatty liver disease. Mind you, this is not because of alcohol. Fatty liver, not because of alcohol. Non-alcoholic fatty liver disease, 50% of our people will have. And this visual itself to alert to, I should alert you to the fact that we are in for a very, very bad time unless we look at our diet much more carefully and take corrective measures. Now, in the corrective measures, the best, of course, is healthy dietary choices. Very simple. Either karikam padle, other karikam padle, either karikana, other karikana. Unfortunately, what is good for your health is not tasty to your tongue. That is the problem. And as was so lucidly told by Rajesh up front itself, you know, the temptation to go in for food items or food that is tasty is so overwhelming in our society, in our social circles, that we often forget. And we will say that, okay, innu kuda kariyata nala thottu nokkikalam. So that is you keep postponing that by one day or the other, and then you end up in a situation where you have already developed a problem. So healthy dietary choices. And what is a healthy diet? Good diet which is rich in fruits, vegetables, whole grains, lean proteins, and healthy fats. Does that mean that we cannot take non-veg? No, certainly not. Definitely you can take animal proteins, but we have to be careful that the animal protein that we take is in moderation, and it is lean meat. Cut down on the fat, cut down on the sugars. These are the two most important things. Many of the cardiologists will say, cut down everything that is white. White rice, sugar, which is white, salt, which is white. So anything that is white should be cut down. So that is one very simple way to approach this concept of a healthy diet. Ensure that you take adequate water, fluids, and then, of course, limit the consumption of processed foods, sugary beverages. Now, as a gastroenterologist, I think our biggest enemy in our consumerism is all these these drinks like Coca-Cola, Thumbs Up, Pepsi. These are probably the biggest enemies. And in fact, rather than banning alcohol or cutting down on alcohol, these things should be banned. And that is a statement that I would like to make through this particular audience as such, because such is the impact of these sugary drinks on the health of the person, especially the liver. And that is why we should be very, very careful. Practice control, portion control, and mindful eating. Reduce the portions. If you are taking 2 katoris of rice, bring it down to 1 rice. If you're taking 5 chapatis, bring it down to 3 chapatis. And I'm sure with time, your stomach, your system gets used to this particular reduced and controlled intake. And then you will find that you really don't need to actually splurge on food anymore. It is something that comes out of habit. It is difficult in the initial stages, but subsequently it actually becomes more of a pleasure rather than a pain. The next one is, of course, physical activity. This is beyond the scope of today's topic, but definitely the figure is 150 minutes of moderate intensity aerobic activity in a week. That means 30 minutes a day, 5 days a week. 2 days a week, you can sleep, no problems. 30 minutes a day for 5 days a week. Or if you're game for something more intensive, 75 minutes of vigorous intensity per week. Now, you'll ask me, what is moderate intensity? What is vigorous intensity? We'll come to that discussion later. And then, of course, you can add on various types of exercises. Tobacco, smoking, strict no-no. Alcohol. Last year, there was a study published from Canada, which actually closes the lid on alcohol intake. We always used to say that social
drinking the 30 ml, 45 ml, 60 ml, or you can take no problems. Nowadays, after that article came up, no gastroenterologist will say or no hepatologist will say that any amount of alcohol is safe or healthy for the body. So the dictum today is no amount of alcohol is healthy for the body. No amount of alcohol is healthy for the body, and I wish to underline this particular statement. Weight management and regular health checkups. But see, regular health checkups in a poem, just going in for a broad medical checkup is probably not adequate. I think it should be focused. If you have to look at some specific part of the body, I think this is something that you should look at. And look at bone health by ensuring calcium and vitamin D. So therefore, prevention is all revolves around that. And finally, the last question, which I have been asked to deal with, is what is the role of fancy diets like keto diet, sugar-free substitutes, and intermittent fasting? In one line, if I were to answer that question, the best diet for any person is a controlled diet, smaller in portions, with low sugar and low fat. Now, people talk about intermittent fasting, people talk about this keto diet, people talk about Mediterranean diet, people talk about all these sugar-free substitutes and all those things. These are all your personal choice. But no particular diet has been compared to another particular diet, and we don't have any evidence of any comparison between two diets. But let me tell you, keto diet, is basically a diet which is rich in animal protein, not fat, mind you, animal protein. So therefore, it has got low sugars, there is low carbohydrates and low fat. And the body metabolism shifts from glucose to ketones for energy. Now, earlier it used to be used for epilepsy, but then because it is associated with weight loss, people have started using it for weight loss also. But none of these diets, mind you, none of these diets are good in the long run. You can use it for a short period of time, but in the long run, all these diets are associated with some long-term side effects. So therefore, the best diet, according to me, is a diet which is controlled, smaller in portions, ensure that your sugar intake is less, your fat intake is less, and the portions come down. Push yourself a little more as far as energy or exercise is concerned, and pull it down as far as diet is concerned. Remember, this thing has to be, you remember the sequence. Push yourself a little more as far as exercise is concerned, pull it down as far as diet is concerned. If you do it the other way around, your weight will go and your health will also go. So therefore, keto diet, I'm not a big fan, but certainly there are people who have tried keto diet. What about intermittent fasting? Nowadays, last 1 week or 2 weeks, there have been studies which say that the incidence of sudden deaths happen in those people who practice vigorous intermittent fasting. So if fasting window, for intermittent fasting, there is what is called as a eating window and a fasting window. And what people do is this fasting window keeps becoming bigger and longer and longer. The eating window becomes shorter and shorter. So you'll reach a stage where the eating window is 8 hours and the fasting window is 16 hours. This is stress to the body. And a lot of these side effects, these sudden deaths occur in this group of people. Ideal would be you have an eating window of about 10 hours. That means you start from 8 o'clock and then by 6 o'clock you finish off your supper. And that is what the people in the West do, don't they? By 6 o'clock, 6:30, they are done with the dinner. And then after that they go to sleep by about 10 o'clock, 10:30, whatever it is. Unfortunately, in our society, what do? We have a late dinner and
this late dinner is usually followed by a dessert or a sweet or whatever it is. And then we go, the period between the time we have our dinner and going to sleep is very short. So this is a big, big problem. We need to change our food habits, not only as far as the content is concerned, but also for as far as the timing is concerned. And finally, about sugar-free substitutes. Sugar-free substitutes like artificial sweeteners are used as alternatives to sugar. Now, the benefits, of course, are that in patients who are diabetics or have insulin resistance, it does reduce the sugar consumption. But there are some studies that it has got a harmful effect on the gut microbiome or the gut bacteria and the health. So finally, I'll just leave you with 3 statements which you need to follow for a good health. 1, move over from tongue-friendly to health-friendly diet. From tongue-friendly to health-friendly diet. If your diet is composed of around 30% of tongue-friendly, it is still okay. The remaining 70% can be health-friendly. What is the ideal? 10% tongue-friendly, 90% has to be health-friendly. Second, your body is like a child. The more you pamper your body, the worse it becomes. If you want that child to grow up into an healthy adult, what you need to do is you need to push this body a little. And that is the importance of going in for a planned systematic exercise program. And the third is we need to move as a society, and this is particularly true in Kerala, consumerism to health activism. I know there are some health activists here, food activists here, but we need to move. And this message should go not only to the adults, the intervention should start right from the school. That is where all these health disorders take birth. We are intervening far too late, after problems have occurred. After problems are occurred, you can reverse it to a certain extent, but prevention is better than cure. You would have all heard of this. And the best way to prevent is go to schools, intervene there, find out counseling for teachers, counseling for parents, counseling for the children. And I think an organization like BSI could take an initiative in this, especially since you have expressed so much of interest in this particular area. I think together, and I know I can talk about Rotary, and when I take up the leadership, one of my pet projects is the anti-childhood obesity drive, which we plan to implement it in schools itself, because I believe that this sort of program is best, the results will be best if our children are made aware of the problem. So this in short was what I had to do. Of course, there are so many more things. Rajesh said you can talk about everything under this particular ambit, but I leave something for the question answer session. Thank you very much. Back to you, Rajesh. You're muted, Rajesh. I think the administrators are strict disciplinarians who muted me. Thank you, Dr. G. N. Ramesh. And I guess we don't need further proof for you being a renowned gastroenterologist and a powerful orator. We got enough. Thank you very much. Of course, we will come back to you. Let me move on to Dr. Bipin K. Gopal. He is the Additional Director, Directorate of Health Services, Kerala. Comes with a humongous amount of recommendation from Kiran Keshavan as a person as well as an expert in this area. But we don't need that. We also know that you are the State Nodal Officer of National Health Mission for Management of Non-Communicable Diseases, has been involved in policy making and various projects.
of the government. And I understand that you have given some fancy, attractive names to some of the projects, which make it all the more attractive, like Amrudam Arogyam. It's news to us. He is instrumental in bringing in the UN Award for Kerala for exemplary practices in non-communicable diseases. Welcome, Dr. Bipin Gopal. We know that you have interrupted a journey to be with us from a station which is unknown to you. Thank you very much. Doctor, രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ മാറുന്ന ഭക്ഷണത്തിനും ഭക്ഷണ ചോയ്സുകൾക്കും ഭക്ഷണ രീതികൾക്കും അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും ഗവൺമെന്റ് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ കാണുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഗവൺമെന്റിന്റെ ജനറൽ ആയിട്ടുള്ള അതിനോടുള്ള അപ്രോച്ചും ആസ് എ പോളിസി ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന നയപരമായും പ്രാക്ടിക്കലായിട്ടുള്ള പ്രോജക്ട്സ്, കഴിഞ്ഞ പ്രോജക്ട്സ്, ഇപ്പോഴത്തെ പ്രോജക്ട്സ്, പുതിയ പ്രോജക്ട്സ്, അതിനോടൊപ്പം ഭൗമം പോലെ, ഇപ്പൊ നേരത്തെ ഡോക്ടർ GN രമേശ് പറഞ്ഞതുപോലെ ഭൗമം പോലത്തെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിനും ഇൻഡിവിജ്വൽസിനും ഈ പോളിസി ബിൽഡിങ്ങിലും പോളിസി ഇംപ്ലിമെന്റേഷനിലും എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു ബേർഡ്സ് ഐ വ്യൂ തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. Thank you for that great introduction. Thank you, DSI, for inviting me for this talk. And a special thanks to Kiran Keshavan for selecting me as a resource person for this talk, important talk. As we all know, food is always an issue regarding the non-communicable disease control. So shall I share my slide here? Yes, please. Is it visible? Yes. Yeah. So before going to the slide, we'll have a... Please put it on the display mode, which will be more easy for us. But the display mode, in the display mode, it is the slides are not moving. That's why I'm keeping... Okay. Fine. So we are in Kerala. Kerala, as we all know, it's a highly dense population of nearly 33.39 million, with a men population little lesser than the female population, which is always good. The population density is almost 859, and Kerala, we are the highest literate state, and we have a very low infant mortality rate of 6 per 1,000. We have a very low maternal mortality rate of 19 per 1 lakh, and we have a very high life expectancy of 75 years. That means 73 years for males and 80 years for females. So if you look at this picture, it is a very rosy picture which we can be proud of, which we can present in any of the international forums. But if you look at the non-communicable disease as such, we always see diabetes, cancers, cardiovascular diseases, common mental health problems, cardiac. These are the diseases, these are the problems which we see externally. But if you look at the root of that tree, you can see that there is stress, there is alcohol, there is tobacco, there is physical inactivity, and most importantly, the taproot of that issue is the unhealthy diet. So Dr. Ramesh has been, Sarah has been talking about the various side effects of the unhealthy diet, but I am going to talk about how the government is looking at it. And if you look at Kerala, we have all kinds of these risk factors. Kerala is surrounded by these risk factors. We have a tobacco use, which has actually come down from 21% to 12%. We have alcohol usage, which is going up rampantly. According to the last study, nearly 44% of the adult male population is alcoholic. And the age of initiation of alcohol in Kerala is 13.5 years. It is not 17, it is 13.5. So that means that we started at the school age. We have unhealthy diet. Previously, if you travel from Kasaragod to Parashala, across the length and breadth of Kerala, you could have found many cycle shops which are giving as a rentals. But now you can see more number of bakeries, you can see more number of eateries, you can see more number of tattugadas, and equally you can see the number of medical shops are also coming up in a big way. So
diet has become a taboo for Kerala. The dietary pattern has changed. The eating style has changed. The dietary habits have changed. So it's a big change that has happened in the diet, and there's lack of exercise, which is not a concern for us for the today's topic. There is definitely stress, which is a big, and there is lack of awareness. It is actually not the lack of awareness, but the like what Sir Aster said, it is not the ignorance, but ignoring the facts. That is something which is very, very important. So Kerala has been in the highest epidemiological transition zone in the country. It is in the highest epidemiological transition zone. And it has led to the changing lifestyle in the community. നമ്മുടെയൊക്കെ ജീവിത രീതികളൊക്കെ മാറിപ്പോയി. ഇപ്പൊ നമ്മളാരും യാത്ര ചെയ്യാറില്ല, നമ്മളാരും നടക്കാറില്ല, നമ്മളാരും ഓടാറില്ല. നമുക്ക് ഓരോ വീടുകളിലും we have 2 or 3 modes of conveyance നമുക്കുണ്ട്. There is a rampant urbanization. That urban-rural divide has become so thin in Kerala, we cannot recognize which is an urban area or which is a rural area. That is the change that has happened in Kerala. And this has actually led to high prevalence of hypertension. That means nearly 38% of the population is hypertensive. We have overweight and obesity, which Dr. Ramesh sir has already mentioned. We have 34% of the women being the BMI over 30, which is one of the highest in the country. Previously, it was Punjab. And we have the highest prevalence of diabetes in the country. Some of the studies says that it is 27%. And the recent study, which was done by the Indian Institute of Diabetes and the ICMR, it showed that 24% of the Kerala population is already diabetic, and 15% is pre-diabetic. So when we total them, it will be near to 50% of the population. So that is a huge figure that is coming up. And the complications of these diseases come in the form of renal diseases. It comes in the form of cancers. It comes in the form of COPD. It comes in the form of stroke. It comes in the form of heart diseases, liver diseases, and all these diseases are there at large in the state of Kerala. And this is the Achuthamenon Center and the NCD survey, which was done in 2017. It showed that 1 out of 3 in Kerala have hypertension, and 1 out of 5 have diabetes. So this is a startling figure. And the control rate, even if we find these diabetes patients, even if we diagnose this patient and we put the patients on treatment, only 13% of the hypertensive come back to normal high blood pressure, and only 16% of the diabetic patients come back to the normal blood sugar even after 6 months of treatment. That means they are consuming medicines, they are having their tablets, they are having their insulin, but they are not at all they are controlling their lifestyles. So this is the reason for the low control status in the community. And now there is a reversal of social gradient in the prevalence of non-communicable disease. Previously, the non-communicable diseases were the diseases of the upper economic class, upper economic strata. But now it has come down to the lower economic strata and the middle income strata. So that is a gradient change which has happened. And recently, the Child Development, the CDC Medical College did a study among the 9th standard and the 11th standard students in Trivandrum district. It was found that 9% of the students in the 9th standard and 11th standard were having hypertension. So that means that this secondary hypertension is happening even at the school age. This is something something that we have to look at very seriously. And if you look at the cancers, definitely among the males, it is the lung cancer and the oral cancer, which is one of the highest cancers in the state. പക്ഷേ ഈ രണ്ട് ക്യാൻസറുകളും, ലങ് ക്യാൻസർ ആണെങ്കിലും ഓറൽ ക്യാൻസർ ആണെങ്കിലും, these are the products of tobacco. These are tobacco related cancer. But one cancer which we can see, which is coming up in a big way, is the colorectal cancer. ഈ colorectal cancers ഉണ്ടാകാനുള്ള പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡയറ്ററി ഹാബിറ്റ്സിൽ വന്ന ഒരു മാറ്റമാണ്. രമേശ് സാറിന് എൻ്റെ അത് തർക്കമൊന്നുമില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്.
അപ്പോൾ അത് റിലേറ്റ് നമ്മൾ ഇത് 1982 to 2011 വരെയുള്ള RCCയുടെ സ്റ്റഡിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോളറക്ടൽ ക്യാൻസേഴ്സ് ഇങ്ങനെ മേളോട്ട്, അത് സ്ത്രീകളുടെ ഇടയിലും പുരുഷന്മാരുടെ ഇടയിലും ഒരേ രീതിയിൽ തന്നെ മുകളിലേക്ക് കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. This slide I am leaving. And what are the predisposing factors to this rising number of NCD patients in the state? One is definitely our diet. Second is the stress. Then tubers are there. Inadequate exercise is there. Our നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഒരു വലിയ കാരണമാണ്. ആൽക്കഹോൾ ഒരു വലിയ കാരണമാണ്. എന്നാലും നമ്മൾ ഫുഡിനെ കുറിച്ച് എടുക്കുമ്പോഴത്തേക്ക് വൈ ഈസ് ഫുഡ് കൺസിഡേർഡ് ടു ബി എ മെയിൻ റിസ്ക് ഫാക്ടർ? ഫുഡിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് പ്രശ്നമായിട്ടുള്ളത്? ഒന്ന്, സാർ നേരത്തെ പറഞ്ഞതുപോലെ ഫാറ്റ് റിച്ച് ഡയറ്റ്, എസ്പെഷ്യലി നമ്മൾ എപ്പോഴും കാണാതെ പോകുന്ന ഒരു കാര്യമാണ് ട്രാൻസ് ഫാറ്റ്. ഇവ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാലും ട്രാൻസ് ഫാറ്റ്, സീറോ ട്രാൻസ് ഫാറ്റ് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് ലെസ് ദാൻ 1% എന്നുള്ള ഒരു നോം അവിടെ വന്നു കഴിഞ്ഞു. ബട്ട് ഇൻ കേരള നമ്മളിവിടെ ട്രാൻസ് ഫാറ്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി നടത്തിയപ്പോഴത്തേക്കും വി ഫൗണ്ട് ദാറ്റ് the trans fat content in some of the food products, especially the locally made food products in Kerala, was nearly 30%. വെസ്റ്റേൺ കൺട്രീസ് അത് 1%-ലും 0% നിർത്തുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം 30% നിൽക്കുകയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് 5% ആണ്. അതിനെ 2% ആയിട്ട് ഈയിടയ്ക്ക് കുറച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ the use of trans fat, especially in the bakeries, in the confectioneries side, it is very high. And as we all know, trans fat is the most dangerous thing that can happen to your heart. Second is the sugar. ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഷുഗർ ഇൻ മെനി ഡിഫറെന്റ് ഫോംസിലാണ് നമുക്ക് വരുന്നത്. അത് ഐ എഗ്രി ടു വാട്ട് രമേഷ് സാർ ഹസ് സെഡ്. കാരണം ഷുഗറിൻ്റെ അകത്ത് കണ്ടന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുപ്പി കോളയിൽ നിയർലി 50% is sugar. And this comes in different colors, different taste, different flavors. ഇതെല്ലാം വെരി അട്രാക്റ്റീവ് ആണ്. And that is going to give a big issue to our community. And ശരിക്കും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ഐറ്റംസിൽ ഒന്നാണ് the white poison like sugar. And the second white poison is the salt. നമ്മുടെ ഏതൊരു ക്രിസ്പീസ് എടുത്താലും ചിപ്സ് എടുത്താലും we consume a lot of sugar, especially കേരളൈറ്റ്സിനും നമുക്ക് ഫുഡിന്റെ കൂടെ എന്തെങ്കിലും ക്രിസ്പീസ് കഴിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപ്പം salt is one big issue. Fiber, the low fiber diet is one of the biggest problem in Kerala when diet is concerned, when colorectal cancers is concerned. അതിന്റെ ഒരു പ്രധാന ഒരു ഉദാഹരണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും പൊറോട്ടയാണ്, വിച്ച് ഇസ് എ സീറോ ഫൈബർ ഡയറ്റ്. അപ്പോൾ ഈ തേർഡ് വൈറ്റ് പോയ്സൺ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൈദയാണ്. അത് നമ്മുടെ കേരളത്തിൽ വളരെ ഏറെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. And colors, to make the food attractive, a lot of artificial colors are being used, and most of these colors are detrimental to our health. അത് ക്യാൻസേഴ്സ് ഉണ്ടാക്കാനും മറ്റ് ഇൻഡസ്ട്രിയൽ ഇഷ്യൂസ് ഉണ്ടാക്കാനും അലർജി ഉണ്ടാക്കാനൊക്കെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് കളേഴ്സ്. Preservatives, there are different kind of preservatives because we are now using tinned foods, preserved foods. ഇത് പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സിൽ നല്ലൊരു ശതമാനവും അത് ലീഗലായിട്ടുള്ള പ്രോഡക്ട്സ് അല്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ടുള്ള ക്യാൻസേഴ്സും അതുകൊണ്ടുള്ള മറ്റ് അസുഖങ്ങളും നമുക്ക് വളരെ കൂടുതലാണ്. ഓയിൽ നമുക്കറിയാം, നമുക്ക് ഏതൊരു സാധനം ടേസ്റ്റി ആയിട്ട് എടുക്കണമെങ്കിലും the amount of oil is very important. അപ്പോൾ അതിൽ തന്നെ ഓയിലിൽ തന്നെ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റീഹീറ്റിംഗ് ഓഫ് ഓയിൽ. നമ്മളിപ്പോൾ ഒരു തട്ടുകടയിൽ പോയി കഴിഞ്ഞാൽ രാവിലെ അവൻ ഒഴിക്കുന്ന എണ്ണ അവൻ പല പ്രാവശ്യം ചൂടാക്കി തണുപ്പിച്ച് പിന്നെ ഉപയോഗിക്കുകയാണ്. അപ്പൊ റീഹീറ്റിംഗ് ഓഫ് ദ ഓയിൽ അത് ഇറ്റ്സ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് അലനിൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഒരു പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ക്യാൻസറോജനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഈ ഓയിൽസിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അഡൽട്രേഷൻസ്, പിന്നെ ബോധപൂർവമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ ഇതിനകത്തൊക്കെ അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാനും അതിന്റെ സ്വാദ് കൂട്ടാനും അതിന്റെ കളർ കൂട്ടാനും ഒക്കെ നമ്മൾ ബോധപൂർവം ചേർക്കുന്ന അഡൽട്രേഷൻസ്, അത് പലതും നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചോളം, ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഏതൊരു പ്രോഗ്രാം വരുമ്പോഴും ഇത്രയും ഫാക്ടേഴ്സ് നമ്മളെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളത് ഒരു വലിയ ഒരു ഇഷ്യൂകളുടെ ആണ്. പിന്നെ നമ്മൾ എപ്പോഴും പറയും ഹെൽത്തി ഫുഡ് എന്നുള്ളൊരു വാക്കും സേഫ് ഫുഡ് എന്നുള്ളൊരു വാക്കും. ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന്
ഏറ്റവും ഗുണകരമായിട്ടുള്ള ആഹാരമാണ് ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത്. സേഫ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് അഡൾട്രൻസ് ഇല്ലാത്ത, പോയിസൺ ഇല്ലാത്ത, അല്ലെങ്കിൽ നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്ന ഏതൊരു ആഹാരം വേണമെങ്കിലും സേഫ് ഫുഡ് ആകാം. ആൻഡ് സേഫ് ഫുഡ് നീഡ് നോട്ട് ബി ഹെൽത്തി. ആ ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും നമ്മൾ ആലോചിക്കുക. ഫുഡ് സേഫ്റ്റി കമ്മീഷണറിന്റെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ലുക്കിംഗ് അറ്റ് ദ സേഫ്റ്റി സൈഡ് ആൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഈസ് ആക്ച്വലി ലുക്കിംഗ് അറ്റ് ദ ഹെൽത്തി സൈഡ്. സോ ബട്ട് ഫോർ എ കോമൺ മാൻ, ഒരു സാധാരണക്കാരന് ഇത് രണ്ടും കൂടെ യോജിച്ചുകൊണ്ട് ഒരു ഹെൽത്തി സേഫ് ഫുഡാണ് ആക്ച്വലി ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ഡയറ്റ്, അതൊക്കെ നമുക്ക് സാറ് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് ഓഫ് ഫുഡ് പ്ലേറ്റ് എന്നുള്ളൊരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. അതായത് നമ്മളൊരു ഫുഡ് പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ ഹാഫ് രണ്ടായിട്ട് മുറിച്ച് അതിന്റെ അതായത് ക്വാർട്ടർ പോർഷൻ മാത്രമേ കാർബോഹൈഡ്രേറ്റ് ആകാവൂ. അതിൽ എത്ര ശതമാനം പ്രോട്ടീൻ വേണം, എത്ര ശതമാനം ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് വേണം, ഈ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് തന്നെ നമ്മളൊരു ഫുഡ് പ്ലേറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഗോ ബൈ ദിസ് ഗുഡ് പ്ലേറ്റ് വി ക്യാൻ ആക്ച്വലി ഇംപ്രൂവ് അവർ ഹെൽത്ത്. അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി കൊളസ്ട്രോളിനെ കുറിച്ചിട്ടുള്ള ഡയറ്റ് ഏതൊക്കെയാണ് കൊളസ്ട്രോൾ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അറിഞ്ഞുകൂടാത്തതിന്റെ പേരിലല്ല നമ്മൾ പിന്നെ ഇതൊക്കെ കഴിക്കുന്നത്. അനിമൽ ഫാറ്റ്, സാറ് പറഞ്ഞതുപോലെ നമുക്ക് അനിമൽ ഫാറ്റ് എക്സസ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഷെൽഡ് ഫുഡ്സ് പ്രശ്നമാണ്. ഹൈ ക്വാണ്ടിറ്റി ഓഫ് നട്ട്സ് പ്രശ്നമാണ്. എഗ്, പോർക്ക്, അതുപോലെയുള്ള ബിഗ് അനിമൽസ് എല്ലാം പ്രശ്നമാണ്. എന്നാൽ നല്ല എണ്ണ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് റൈസ് ബ്രാൻ ഓയിൽ, ഓട്ട് ബ്രാൻ ഓയിൽ, ബട്ട് അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഫുഡ്സ് നമ്മൾ ഒഴിവാക്കുക. ട്രാൻസ് ഫാറ്റ് ഉള്ള ഫുഡ്, ഡാൽഡയും കുക്കീസും ഒക്കെ നമ്മൾ ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ഡയബറ്റീസ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കുറയ്ക്കുക, അൺസ്കിംഡ് മിൽക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, ഇനഫ് വാട്ടർ ഫ്ലൂയിഡ്സ്, ഇതൊക്കെ നമ്മൾ ഒരു ക്ലിനിഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. എക്സസൈസിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ഉണ്ട്, എയറോബിക് എക്സസൈസുകളുണ്ട്, അനോറോബിക് എക്സസൈസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഏറ്റവും നല്ലത് ക്വിറ്റ് ടുബാക്കോ ആൻഡ് ആൽക്കഹോൾ. അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് വേറൊരു കാര്യമില്ല, അതിനെക്കുറിച്ച് രണ്ടാമതൊരു വാക്കില്ല. ഈ രണ്ട് സാധനങ്ങളും ക്വിറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് എവിടെയാണ് സർക്കാരിന് ചലഞ്ച് ഉള്ളത്? അതാണ് എന്നോട് രാജേഷ് സാർ ചോദിച്ച ഒരു ചോദ്യം. സർക്കാരിനെ സംബന്ധിച്ചോളം ഇൻഡസ്ട്രി ഇന്റർഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. കാരണം ഇതിലെ വരുന്ന മെജോറിറ്റി പ്രോഡക്ട്സും നമ്മുടെ ഇൻഡസ്ട്രി കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് ആണ്. അപ്പൊ അതില് വലിയ രീതിയിലുള്ള പരസ്യങ്ങളും വലിയ രീതിയിലുള്ള ക്ലെയിംസും ഒക്കെ ആയിട്ടാണ് ഈ പല ഫുഡ് പ്രോഡക്ട്സും വരുന്നത്. എസ്പെഷ്യലി കുട്ടികൾക്കുള്ള ഫുഡ് പ്രോഡക്റ്റ് എടുത്താൽ തന്നെ ഇപ്പൊ കോൺബ്ലാൻ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 6 സെന്റിമീറ്റർ വളർച്ച കൂടും എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിന്റെ ഫാക്ച്വൽ സൈഡിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പരസ്യം ഇറക്കാനായിട്ട് ഒരു കമ്പനിക്കും അധികാരമില്ല. അങ്ങനെ ഒരു പരസ്യം അവർ ഇറക്കി കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുക നമ്മൾ ഗവൺമെന്റിന് ഫൈൻ അടയ്ക്കണം. ആൻഡ് എവറി ഇയർ ദീസ് കമ്പനീസ് ആർ പേയിങ് ദാറ്റ് ഫൈൻ. കാരണം ആ ഫൈൻ അവർ അടച്ചാലും അവർക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ക്രോസ്. 10,000 rupees to 1 lakh rupees ആണ് ഫൈൻ വരുന്നത്. ക്രോസ് എവിടെ നിൽക്കുന്നു, ലാക്ക് എവിടെ നിൽക്കുന്നു. അപ്പം ഇൻഡസ്ട്രി ഇന്റർഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ. അപ്പൊ നമുക്ക് ഒരു പ്രോഡക്റ്റ് നമുക്ക് പിന്നെ അത് നമുക്കറിയാം, പിന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ കുറെ കമ്പനികൾ പിടിച്ചു, കുറെ പ്രോഡക്ട്സ് പിടിച്ചു. പക്ഷെ അവരെല്ലാം ദേ ആർ ഗോയിങ് ഓൾ സ്പോട്ട് ഫ്രീ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ കേസ് മാറുന്നു, വീണ്ടും അതേ പ്രോഡക്ട്സ് തന്നെ നമ്മുടെ മുന്നിൽ കിട്ടുന്നു. അപ്പൊ ഇത് ഒന്ന് അഡ്വർടൈസിങ്. ഇപ്പം നമ്മളൊരു കുട്ടികളുടെ ചാനൽസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഡിസ്നി ചാനല് അല്ലെങ്കിൽ പോഗോ ഇതുപോലെയൊക്കെയുള്ള ചാനൽസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ കുട്ടികളുടെ ചാനൽസിലാണ് ഫുഡിന്റെ അഡ്വർടൈസ്മെന്റ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതിൽ വരുന്ന നല്ലൊരു ശതമാനം അഡ്വർടൈസ്മെന്റ്സും അൺഹെൽത്തി ഫുഡ് തന്നെയാണ്. അതിൻ്റെ അകത്ത് വരുന്നതെല്ലാം ക്രിസ്പീസ് ആണ്, അതിൻ്റെ അകത്ത് വരുന്നതെല്ലാം മഞ്ചീസ് ആണ്, അതിൽ വരുന്നതെല്ലാം സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. ഇതൊക്കെ ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ട് കുട്ടികളുടെ മനസ്സിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ അഡ്വർടൈസ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ രമേശ് സാർ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഈ അഡ്വർടൈസ്മെന്റ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, ഇതും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചാണ്. പിന്നെ മൂന്നാമത്തെ ഒരു സാധനം, ജനങ്ങളുടെ തന്നെ സ്വഭാവത്തിന്റെ രീതിയിൽ മാറ്റം വന്നു കഴിഞ്ഞു. നമ്മളിപ്പോ ഈറ്റിംഗ് ഔട്ടാണ്, നമ്മൾ പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ലോക്കലി മെയ്ഡ് ഫുഡ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം അന്യം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ എപ്പോഴും പുറത്തുപോയി കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ പുതിയ രുചിക്കൂട്ടുകൾ പരീക്ഷിക്കുന്നു. വിദേശത്ത് നിന്ന് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും സാർ നേരത്തെ പറഞ്ഞ രീതിയിൽ പിന്നെ പല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഇതിനൊക്കെ ഗവൺമെന്റിന് ഒരു ലെവലിൽ ഒരു ബോധവൽക്കരണത്തിനപ്പുറത്ത് എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും? ന്യൂ പേരന്റിങ് സ്റ്റൈൽസ്,
അതൊരു വലിയ വിഷയമാണ്. നമ്മളിപ്പോൾ ഇൻസെന്റിവൈസേഷന്റെ കാലമാണ്. ഒരു കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നീ ഇന്ന് ഈ പോർഷൻ പഠിച്ചു വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൽ പരീക്ഷയ്ക്ക് ഇന്ന് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ കിൻഡർ ജോയ് വാങ്ങിച്ചു തരാം, നിനക്ക് ഞാൻ അത് വാങ്ങിച്ചു തരാം. അങ്ങനെയുള്ള ഇൻസെന്റിവൈസേഷൻ വഴി നമ്മൾ കുട്ടികളെ നമ്മൾ ഒരുപാട് പാമ്പർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പാമ്പറിങ് ഈസ് നോട്ട് ഓൾവേസ് ഗട്ട് ഫ്രണ്ട്ലി. അപ്പൊ അത് നേരത്തെ രമേഷ് സാർ പറഞ്ഞ പോലെ അത് ടങ് ഫ്രണ്ട്ലി ആയിരിക്കും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗട്ട് ഫ്രണ്ട്ലി. പിന്നെ സ്ട്രിഞ്ചന്റ് ലെജിസ്ലേഷന്റെ ഒരു കുറവുണ്ട്. നമുക്ക് ഈ 0% ട്രാൻസ് ഫാറ്റ് നമ്മൾ പറഞ്ഞാലും, അല്ലെങ്കിൽ ലെസ് ദാൻ 2% പറഞ്ഞാലും അത് ഒരിടത്തും പാലിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ തന്നെ അത് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് നിലവിലില്ല. ഒരു ട്രാൻസ് ഫാറ്റിന്റെ ഒരു പരീക്ഷണം നടത്തണമെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് അതിനൊരു സ്പെസിലിറ്റി ഫുഡ് സേഫ്റ്റി കമ്മീഷണർ വന്നിട്ടുണ്ട്. ബട്ട് അല്ലെങ്കിൽ നമുക്ക് ബോംബെയിലോ അല്ലെങ്കിൽ പല സ്ഥലത്തും കൊടുത്തുവിട്ട് വേണം അത് പരിശോധിക്കാൻ. അപ്പൊ ആ സമയം അത് പിന്നെ പൂർ എൻഫോഴ്സ്മെന്റ് ഇതൊക്കെ നോക്കി നടത്താനുള്ള ഒരു സംവിധാനം. ഇപ്പൊ നമ്മൾ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓരോ ജില്ലയിലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് അടുത്ത സെഷനിൽ സാർ അതിനെ കുറിച്ച് പറയുമായിരിക്കും. അപ്പൊ ഞാൻ ഫുഡ് സേഫ്റ്റി കമ്മീഷനായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഹെൽത്തുമായിട്ട് ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായിട്ട് ചേർന്നുകൊണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ന് പിന്നെ കുറച്ചുകൂടെ ഒന്ന് പിന്നെ സിനർജിസ്റ്റിക് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്സ്. ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് ഒരു വശത്ത് കിടപ്പുണ്ട്, ഫുഡ് സേഫ്റ്റി കമ്മീഷൻ കിടപ്പുണ്ട്, പിന്നെ പോലീസ് കിടപ്പുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കിടപ്പുണ്ട്. ഇതെല്ലാം ദേ ആർ ഓൾ വർക്കിംഗ് ഇൻ സൈലോസ്. അപ്പൊ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് നല്ല രീതിയിൽ നടത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി നമ്മളിത് NCD കൺട്രോൾ പ്രോഗ്രാം നമ്മുടെ എല്ലാ ജില്ലകളിലും ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ CHC, എല്ലാ PHC, എല്ലാ സബ് സെന്റേഴ്സിലും നമുക്ക് NCD ക്ലിനിക്സ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ നടത്തിയത് ഒരു സർവേ നമ്മളിപ്പം ശൈലി എന്നുള്ള രീതിയിൽ നടത്തിയിരുന്നു. ആശാ വർക്കേഴ്സ് വഴി we conducted a survey among the 30+ population in the rural areas. Nearly 1,77,000 ആൾക്കാർ, 1,77,00,000 ആൾക്കാരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അതിൽ 1,53,00,000 ആൾക്കാരാണ്, നമുക്ക് 55,00,000 ആൾക്കാരെ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ സാധിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ 27 lakhs people ഇത്രയിൽ നിന്നും they had the risk factor for having one or other disease, NCDs. അപ്പോൾ ആ റിസ്ക് ഫാക്ടേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് യൂസ് ഓഫ് ഓയിൽ, യൂസ് ഓഫ് ഡിക്രീസ് യൂസ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പൊ നമുക്ക് നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സ് തന്നെ കേരളത്തിൽ നമ്മുടെ നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു സർവേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ദിസ് സർവേ വി ആർ കണ്ടിന്യൂയിങ് ഫോർ ദ നെക്സ്റ്റ് ഇയർ ഓൾസോ. ട്രാൻസ്ഫാറ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വി ഹാഡ് എൻ ഇനീഷ്യേറ്റീവ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് വേൾഡ് ബാങ്ക്. അപ്പൊ അന്ന് നമ്മൾ നമ്മുടെ കൺഫെക്ഷണറീസ് യൂണിയൻ, നമ്മുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് യൂണിയൻ, ഇവരുടെയൊക്കെ ആൾക്കാരെ വിളിച്ചിട്ട് നമ്മളൊരു 3 ലെവലിൽ നമ്മൾ ഒരു പിന്നെ കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് നടത്തിയിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു കൊടുത്തത് എങ്ങനെ നമുക്ക് ട്രാൻസ് ഫാറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഫാറ്റ് മിമിക്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, എങ്ങനെ നമുക്ക് ഫാറ്റ് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു മൂവ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ആൻഡ് ദ ന്യൂ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ ഈസ് ട്രൈയിങ് ടു ബ്രിങ് ഇറ്റ് ഔട്ട്. അതിനെ ഒന്ന് റീവാമ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സോ വി ആർ വർക്കിംഗ് ഓൺ ദ ട്രാൻസ് ഫാറ്റ് സൈഡ്. And we are using EC, the health education, using our frontline cine workers, Mia, then Mohanlal, Jayasuriya. They have all come out for our short videos on exercise and diet. And we have school initiative. We have tied up with the NSS, the National Service Scheme, and we are doing healthy food practices, then anti-tobacco activities, then BMI measurement in all the schools. You can see that that child is checking her weight and height. ഇതെല്ലാം നമ്മൾ സ്പോൺസർ ചെയ്തത് നമ്മുടെ NCD കൺട്രോൾ പ്രോഗ്രാമിൽ നിന്നാണ്. വാങ്ങിച്ച് എല്ലാ സ്കൂളുകളിലും ഈ വെയിങ് മെഷീൻസും സ്റ്റഡിയോമീറ്റേഴ്സും ഒക്കെ നമ്മൾ വാങ്ങിച്ച് നൽകിയിട്ടുണ്ട്. We started yoga in schools. We also started a program for the police personnel called SHAPE, the Systematic Health Assessment for Police Personnel. Once a month NCD ചെക്കപ്പ് ആണ്. We also started yoga in workplaces. ഇതൊക്കെ ഫുഡുമായിട്ട് ഡയറക്ട്ലി ബന്ധപ്പെട്ടതല്ല എങ്കിലും നമ്മുടെ ഡിസീസസ് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ്സ് ആണ്. ഓപ്പൺ ജിം വാസ് എ ന്യൂ കൺസെപ്റ്റ്. നമ്മുടെ മെജോറിറ്റി PHCയിൽ നോക്കിയപ്പോൾ വി ഹാവ് ഓപ്പൺ ജിംസ്. പീപ്പിൾ ക്യാൻ കം ആൻഡ് ഡു ദർ എക്സസൈസ്. പിന്നെ നമ്മൾ ട്രെയിനിങ് ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓൺ ഡയറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ് ഗൈഡ് ലൈൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു ഡയറ്റ് മോഡ്യൂൾ ഫോർ ട്രെയിനിങ് അത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊളാബറേഷൻ, ഇതാണ് സാർ ചോദിച്ച ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
എങ്ങനെ നമുക്ക് ബാക്കി ആൾക്കാരായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫുഡിന്റെ ഒരു ഇഷ്യൂ താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ദാറ്റ് ചേഞ്ച് ഹാസ് ടു കം ഫ്രം ദ സൊസൈറ്റി, ഫ്രം വിത്തിൻ ദ പീപ്പിൾ. അപ്പോൾ അവിടെ നമുക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമുണ്ട്, ഫുഡ് സേഫ്റ്റി കമ്മീഷൻ ആവശ്യമുണ്ട്, ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമുണ്ട്, വേൾഡ് ബാങ്ക് പോലെയുള്ള ആൾക്കാർ ആവശ്യമുണ്ട്, അച്യുതമേനോൻ സെന്റർ പോലെയുള്ള അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവശ്യമുണ്ട്, ആൻഡ് NGOs ലൈക്ക് ഭൗമ, BSI, അല്ലെ സാർ ഒന്ന് കൊണ്ടുവന്ന റെഡ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. നമ്മൾ ശരിക്കും അത് ഗവൺമെന്റ് തന്നെ ആ റെഡ് എല്ലാ സ്കൂളുകളിലും ഇനീഷ്യേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു വലിയ മാറ്റം, ഒരു വലിയ വിപ്ലവം തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അപ്പൊ ഇതുപോലെയുള്ള NGOസിനെയൊക്കെ കോഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ് നമുക്ക് ഈ ഫുഡിൽ കൊണ്ടുവരുന്ന ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ലെജിസ്ലേഷൻ. അപ്പൊ ന്യൂ പോളിസീസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രഗ് പോളിസി നമുക്ക് ആവശ്യമാണ്, ഒരു ഡയറ്റ് പോളിസി നമുക്ക് ആവശ്യമാണ്. ആ ഡയറ്റ് പോളിസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ എക്സ്പേർട്സിന്റെയും, അപ്പം രമേഷ് സാറിനെ പോലെയുള്ള എക്സ്പേർട്സ്, കാർഡിയോളജിസ്റ്റ്, അതുപോലെ തന്നെ NGOs ലൈക്ക് പിന്നെ സയന്റിഫിക് ബോഡീസ് എല്ലാവരും കൂടെ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ ഇഗ്നറൻസ് അല്ല, നമ്മൾ ഇഗ്നോറിങ് ദ ഫാക്ട്സ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മീ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ ബിപിൻ ഗോപാൽ. വളരെ ഇൻഫോർമേറ്റീവ് ആണ്. ഒരുപക്ഷെ BSIക്ക് സഹകരിക്കാൻ പറ്റിയ ഏരിയാസിൻ്റെയും കൂടെ പ്രപ്പോസല് ഡോക്ടർ ബിപിൻ നമുക്ക് പ്രസന്റ് ചെയ്യുകയുണ്ടായി. സ്വാഭാവികമായിട്ടും BSIയുടെ ബന്ധപ്പെട്ട ഓഫീസ് ബെയറേഴ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഗവൺമെന്റ് ഒരുപാട് പരിപാടികൾ നടത്തുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ആ ഇൻഫ്ലുവൻസ് സൊസൈറ്റിയുടെ ഗ്രൗണ്ട് ലെവലിൽ ഇനിയും എത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഗ്രൗണ്ട് ലെവലിൽ സാധാരണയായി ജീവിക്കുന്ന ഒരാളെന്നുള്ള എനിക്ക് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിനുള്ള എഫേർട്സ് നമ്മൾ കൂടെ ചെയ്യേണ്ടതാണ് എന്നുള്ള മെസ്സേജാണ് ഡോക്ടർ ബിപിൻ നമുക്ക് നൽകുന്നത്. ഇനി സമയം വൈകി, പക്ഷെ ഞാൻ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ പോലും കുറയുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിന്റെ പ്രസക്തിയും അതില് ആൾക്കാർക്കുള്ള താല്പര്യവും ഞാൻ അതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിചാരിച്ച സമയം കഴിഞ്ഞു പോയിട്ടും ഞാൻ ആരെയും ഇന്ററപ്റ്റ് ചെയ്യാതിരുന്നത്. വി ഹാവ് വൺ മോർ സ്പീക്കർ, ഡോക്ടർ മുസ്തഫ. 7 വർഷമായിട്ട് ഡോക്ടർ മുസ്തഫ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. ഇപ്പോൾ ഏർനാട് സർക്കിളിൽ വിത്ത് അഡീഷണൽ ചാർജ് ഓഫ് കൊണ്ടോട്ടി. ഒരു ക്വാളിഫൈഡ് ആയുർവേദ ഡോക്ടറാണ്, ഒരു ഫോമർ ഡ്രഗ് ഇൻസ്പെക്ടറാണ്. And he has practiced, he was trained from Kottakkal Ayurveda College, and he has briefly practiced as an Ayurveda doctor too. പക്ഷെ ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫുഡ് സേഫ്റ്റിയിലുള്ള എക്സ്പെർട്ടീസാണ് ആവശ്യമുള്ളത്. മാറുന്ന ഡോക്ടർ മുസ്തഫ മാറുന്ന ഭക്ഷണങ്ങളും മാറുന്ന ഭക്ഷണ രീതികളും ഭക്ഷ്യസുരക്ഷാ രംഗത്ത്, ഭക്ഷ്യസുരക്ഷ ഒരുപക്ഷെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വാക്കായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ് സേഫ്റ്റിയാണ്, ഭക്ഷ്യസുരക്ഷയല്ല. ഭക്ഷ്യസുരക്ഷ വിവക്ഷിക്കുന്നത് എല്ലാവർക്കും ഭക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു പ്രോഗ്രാമിനെ കൂടെ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുമ്പോൾ പലരും മനസ്സിലാക്കാറുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തിന്റെ സുരക്ഷയെക്കുറിച്ച്, ഫുഡ് സേഫ്റ്റിയെക്കുറിച്ച് രംഗത്ത് ഒരുപാട് വെല്ലുവിളികൾ ഈ മാറുന്ന ഭക്ഷണ രീതികൾ ഉയർത്തുന്നുണ്ട്. അവയെക്കുറിച്ചൊക്കെ ചുരുങ്ങിയ വാക്കുകളിൽ ഞങ്ങൾക്ക് ഒന്ന് വിശദീകരിച്ചു തരാമോ? ഡോക്ടർ മ്യൂട്ടഡ് ആണ്. ഇപ്പോഴും മ്യൂട്ട്. യെസ്, I'm audible? Yes. Good evening all. ഭവം സോഷ്യൽ ഇനീഷ്യേറ്റീവ്സിന്റെ അണിയർ പ്രവർത്തകർക്ക് ഒരായിരം നന്ദി. കാരണം വളരെ എമിനന്റ് ആയിട്ടുള്ള 2 സ്പീക്കേഴ്സിന്റെ കൂടെ എളിയ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് സ്പീക്കറായി ക്ഷണിച്ചത് തന്നെ നിങ്ങളുടെ വലിയ മനസ്സാണ്. തുടങ്ങാം അല്ലേ? ഓൾറെഡി നമ്മുടെ ടൈം ഒത്തിരിയായി എന്ന് മനസ്സിലാക്കിയത്.
മോഡറേറ്റർ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ വാക്കുകളിൽ സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് നിർത്താം. ഓക്കെ, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ട് ഫുഡ് സേഫ്റ്റി ആസ്പെക്റ്റിൽ നിന്നോട് സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നോട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ധാരാളം ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ കളക്ട് ചെയ്യും. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള, അതായത് നമ്മൾ സാമ്പിളുകൾ കളക്ട് ചെയ്യുമ്പോൾ അതിൽ പലപ്പോഴും നമുക്ക് അൺസേഫ് റിസൾട്ട് വരും. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പലപ്പോഴും ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ നമ്മുടെ ഒരു മനോഭാവമുണ്ട്. നമ്മളിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് വാങ്ങാനിരിക്കാം. ആരാണ് പോവുക വീട്ടിൽ നിന്നും? വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നിങ്ങൾ കടകളിൽ കയറി ഇറങ്ങിയിട്ട് അതിന്റെ മാനുഫാക്ചർ ആരാണ്, വാറണ്ടി എത്രയാണ്, അതിന്റെ ഗ്യാരണ്ടി എത്രയാണ് എന്നൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ട് ഏതൊരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് വാങ്ങണം. അത് പോട്ടെ, നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ പോകുന്ന ആലോചിച്ച് നോക്കൂ. നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ പോകുന്ന സമയങ്ങളിൽ നമ്മൾ ആരാണ് ഡ്രസ്സ് വാങ്ങാൻ പോകുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കുട്ടികളെ ഡ്രസ്സ് വാങ്ങാൻ പറഞ്ഞയക്കുമോ? ഇല്ല, നമ്മൾ തന്നെ പോയിട്ടാണ് ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുന്നത്. അതും പല പല ഷോപ്പുകൾ കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഫുഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ നമ്മുടെ മനോഭാവം നോക്കി നോക്കിയാൽ, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ 4 നേരം കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ വേണമെങ്കിൽ നമ്മൾ വീട്ടിലെ കൊച്ചു കുട്ടികളെ വരെ നമ്മൾ ഫുഡ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി പറഞ്ഞയക്കും. പലപ്പോഴും നമ്മൾ ഫുഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ, പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ മനോഭാവം മാറേണ്ടതുണ്ട്. കാരണം നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റംസ്, നിങ്ങൾ ആലോചിച്ച്, നമ്മുടെ വീടുകളിൽ പലപ്പോഴും നമ്മൾ കേരളീയരാണ് അല്ലെ, തേങ്ങ പൊതിച്ചിട്ട് നമ്മൾ കൊപ്ര ഉണ്ടാക്കി വെളിച്ചെണ്ണ ആട്ടാറുണ്ട്. നമ്മൾ ഈ ആട്ടുന്ന വെളിച്ചെണ്ണ എന്തിനാ യൂസ് ചെയ്യാറ് അറിയോ? നമ്മൾ തലയിലിടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ് അല്ലെ. എന്നാൽ നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ഏറ്റവും ലോ ക്വാളിറ്റിയുള്ള ഓയിലുകൾ നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ തലയിലിടാൻ നമ്മൾ കൃത്യമായിട്ട് ആട്ടി ശുദ്ധമായ വെളിച്ചെണ്ണ മാത്രം തലയിലിടുക. നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ, നമ്മൾ പൗഡർ വാങ്ങി നോക്കൂ, നിങ്ങൾ വീട്ടിലേക്ക് സൗന്ദര്യപ്പെട്ട വസ്തുക്കൾ വാങ്ങി നോക്കൂ, നമ്മളാരെ പറഞ്ഞേക്കാം, നമ്മൾ കുട്ടികളെ പറഞ്ഞേക്കില്ല, നമ്മൾ തന്നെ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. എന്നാൽ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ, ചെറിയ കുട്ടികളെ പറഞ്ഞേക്കും, അവരെന്ത് വാങ്ങിത്തരുന്നുവോ അതൊക്കെ നമ്മൾ കഴിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മുടെ മനോഭാവത്തിൽ കാതലായ മാറ്റം വരാത്തിടത്തോളം നമ്മൾ ഇത്രത്തോളം അവയർനെസ് കൊടുത്തിട്ട്, കാരണം നമ്മൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവയർനെസിന്റെ ആവശ്യമില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ആളുകളാണ് മലയാളികൾ. ഒരു അവയർനെസിന്റെ ആവശ്യം മലയാളിക്ക് ഇല്ലേ ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ, ഉള്ള ബോധ്യങ്ങളെ ശീലവൽക്കരിക്കുന്ന ഒരു മടിയാണ് നമുക്കുള്ളത് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് മടിയാണ്, നമുക്കെല്ലാം അറിയാം, പക്ഷെ ഉള്ള ബോധ്യങ്ങളെ ജീവിതത്തിൽ ശീലവൽക്കരിക്കാനുള്ള ഒരു മടിയുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് ഈ ബോധവൽക്കരണത്തിൽ നിന്ന് ഒരു ശീലവൽക്കരണത്തിലേക്കുള്ള ഒരു മാറ്റം നമ്മൾ എന്ന് വരുന്നുവോ അന്ന് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഭക്ഷ്യവസ്തുക്കൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ മനോഭാവത്തിൽ കാതലായ മാറ്റം. നമ്മൾ ഒരു ഭക്ഷ്യവസ്തു പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ആളുകൾ അതിന്റെ ലാബിൽ നോക്കി വാങ്ങാറുണ്ട്? ഓരോരുടെയും ലാബിൽ കൃത്യമായിട്ട് 13 കാര്യങ്ങൾ വേണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഭക്ഷ്യവസ്തുവിന്റെ പേര് വേണം, അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് വേണം, എക്സ്പയറി ഡേറ്റ് വേണം, അതിൽ ഇൻഗ്രീഡിയൻസ് വേണം, അതിൽ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ വേണം, അല്ലെ എത്ര കലോറി വേണം എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് എത്ര ആളുകൾ നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ലാബിൽ നോക്കിയിട്ട് വാങ്ങാറ്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പേര് മാത്രം, ഒരു കാര്യം മാത്രമേ പറയാം, ഒരു പേര് മാത്രം നോക്കിയിട്ട് വാങ്ങുന്ന എത്ര ആളുകളുണ്ട്? നിങ്ങളൊരു ഭക്ഷ്യവസ്തു വാങ്ങുമ്പോൾ അതിന്റെ ഉള്ള പേര് എത്ര ആളുകൾ നോക്കാറുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഐസ്ക്രീം തന്നെയാണോ? എന്തെങ്കിലും കുഴപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. മിക്കവാറും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഐസ്ക്രീമുകളൊന്നും ഐസ്ക്രീമുകളല്ല. അത് എന്തായിരിക്കും? ഫ്രോസൺ ഡെസേർട്ടുകളായിരിക്കും. ഈ ഫ്രോസൺ ഡെസേർട്ടും ഐസ്ക്രീമും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഒരു കാര്യമുള്ളൂ, എന്താണ്? അതിന്റെ പാക്കറ്റിന് മുകളിൽ ലാബിൽ നോക്കുക. ആ ലാബിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രോസൺ ഡെസേർട്ട് ആണോ ഐസ്ക്രീം ആണോ മനസ്സിലാവും. പക്ഷെ നമ്മൾ ആരും അതിന്റെ ലാബിൽ നോക്കാറില്ല. ഐസ്ക്രീമും ഫ്രോസൺ ഡെസേർട്ടും കണ്ടാൽ ഒരുപോലെയാണ്, ടേസ്റ്റ് ഒരുപോലെയാണ്. പക്ഷെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ? ആ പാക്കറ്റ് ഭക്ഷ്യവസ്തുവിന്റെ അല്ലെങ്കിൽ ആ ഐസ്ക്രീമിന്റെ ബോട്ടിലിന് മുകളിലുള്ള ലാബിൽ നോക്കി കഴിഞ്ഞാൽ അതിന് മുകളിൽ ഐസ്ക്രീമാണ് കൃത്യമായിട്ട് ഐസ്ക്രീം എഴുതിയിട്ടുണ്ടാവും. ഫ്രോസൺ ഡെസേർട്ട് ആണ് കൃത്യമായിട്ട് ഫ്രോസൺ ഡെസേർട്ട്. വ്യത്യാസം നമ്മളിപ്പോൾ നേരത്തെ ട്രാൻസ്ഫാറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓയിൽസിന്റെ അമിതോപയോഗം പറഞ്ഞു. ഐസ്ക്രീമിൽ എന്താണ്? മിൽക്ക് ഫാറ്റ് ആണ്. എന്നാൽ ഫ്രോസൺ ഡെസേർട്ടിൽ എന്താണ്? ഇത്തരത്തിലുള്ള വെജിറ്റബിൾ ഫാറ്റുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, വെജിറ്റബിൾ ഓയിൽസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ വെജിറ്റബിൾ ഓയിൽ കൂടുതലായി ചേർന്നിരിക്കുന്ന ഫ്രോസൺ ഡെസേർട്ട് നമ്മൾ ഐസ്ക്രീമാണ് തെറ്റിദ്ധരിച്ച് വാങ്ങി കഴിക്കുന്നു. അത് ആരുടെ കുറ്റമല്ല? മാനുഫാക്ചേഴ്സിന്റെ കുറ്റമല്ല. മാനുഫാക്ചേഴ്സ് കൃത്യമായിട്ട് അതിന്റെ മുകളിൽ ഫ്രോസൺ ഡെസേർട്ടിന് എഴുതിയിരിക്കും. പക്ഷെ അത് വായിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ കാണിക്കുന്നില്ല എന്ന പ്രശ്നം. നിങ്ങൾ ആലോചിച്ച്, നമ്മൾ പലപ്പോഴും ഈ കോക്കനട്ട് ഓയിലിന് പ്രശ്നം പറയാറുണ്ട്. കോക്കനട്ട് ഓയിൽ മൊത്തം മായമാണെന്ന്. നമ്മൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ ഇടപെടൽ മൂലം ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ലഭിക്കുന്ന കോക്കനട്ട് ഓയിലുകളൊന്നും മായം ഇല്ലാന്ന് തന്നെ പറയാം. അതായത് പ്യൂർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലുകളാണ് മാർക്കറ്റിൽ ലഭിക്കുന്നത്. പക്ഷേ നിങ്ങൾ വാങ്ങുന്ന കോക്കനട്ട് ഓയിൽ ആയിരിക്കില്ല. അപ്പൊ എന്താ പ്രശ്നം? അതായത് നമ്മൾ എപ്പോഴും ഈ കോക്കനട്ടിന്റെ പിക്ചറുള്ള എല്ലാ ഓയിൽസും കോക്കനട്ട് ഓയിലാണെന്നുള്ള ധാരണ നമുക്ക് അല്ലെ. അപ്പൊ അവിടെ എന്താ പ്രശ്നം? മാനുഫാക്ചേഴ്സ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും കോക്കനട്ട് ഓയിൽ എന്നോ, ബ്ലെൻഡഡ് എഡിബിൾ വെജിറ്റബിൾ ഓയിൽ എന്നോ, അല്ലെങ്കിൽ കോക്കനട്ട് ടെസ്റ്റ് ഓയിൽ എന്നോ. തേങ്ങയുടെ പടവുമായിട്ട് മാർക്കറ്റിൽ വരുന്ന ഓയിലുകൾ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് കോക്കനട്ട് ഓയിൽ ആവാം, അല്ലെങ്കിൽ ബ്ലെൻഡഡ് എഡിബിൾ വെജിറ്റബിൾ ഓയിൽ ആവാം, അല്ലെങ്കിൽ അത് കോക്കനട്ട് ടെസ്റ്റ് ഓയിൽ ആവാം. അപ്പൊ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അതിന് നമ്മൾ ലാബിൽ കൃത്യമായി നോക്കണം. കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ തേങ്ങയുടെ പടം കാണും, പക്ഷെ താഴെ നിന്നുണ്ടാവും കോക്കനട്ട് ഓയിൽ 20%.
പാം ഓയിൽ 80%, ബ്ലെൻഡഡ് എഡിബിൾ വെജിറ്റബിൾ ഓയിലും കൃത്യമായി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ലേബൽ നോക്കാതെ വാങ്ങുമ്പോൾ, തേങ്ങയുടെ പടം മാത്രം കണ്ടു വാങ്ങുമ്പോൾ അത് കോക്കനട്ട് ഓയിലിന് പകരം പാം ഓയിലിന്റെയും കോക്കനട്ട് ഓയിലും മിശ്രിതമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ലേബൽ നോക്കി വാങ്ങുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ലേബൽ നോക്കി വാങ്ങുക എന്നുള്ള ശീലം നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത്, നമ്മൾ പലപ്പോഴും ഈ ഫുഡ് പോയിസണിങ്ങിന്റെ ഇഷ്യൂസ് ധാരാളമായിട്ട് കേൾക്കാറുണ്ട്. നമ്മളറിയാം ഷവർമ കഴിച്ചിട്ട് ആൾ മരിച്ചു അല്ലെ എന്ന് നിങ്ങൾ ഇഷ്യൂസ് കേൾക്കാറുണ്ട്. ഈ നേരത്തെ വന്നിരിക്കുന്ന എല്ലാ ഇഷ്യൂസും നമ്മൾ കണ്ടെത്തിയത് പാർസലായിട്ട് കൊണ്ടുപോകുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ പുതിയൊരു കാര്യം കൊണ്ടുവന്നു ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്. അതായത് പാർസൽ വാങ്ങുന്ന ഓരോ പാർസൽ ഭക്ഷണത്തിന്റെ മുകളിൽ അതിന്റെ പ്രിപ്പറേഷൻ ടൈമും അതിന്റെ യൂസ് ബൈ ടൈമും കൃത്യമായിട്ട് എഴുതിയിരിക്കണം. കാരണം നമുക്കറിയാം ഒരു പ്രിപ്പയർഡ് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം റൂം ടെമ്പറേച്ചർ പറയുമ്പോൾ 5 ഡിഗ്രിന്റെയും 60 ഡിഗ്രിന്റെയും ഇടയിൽ കാണുന്ന ടെമ്പറേച്ചർ ഡേഞ്ചർ സോണാണ്. നമുക്കറിയാം നമുക്കിപ്പം ഉയർന്ന ഊഷ്മാവുള്ള അല്ലെങ്കിൽ ഉയർന്ന താപനിലയുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വളരെ താഴ്ന്ന ഊഷ്മാവിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് ബാക്ടീരിയകൾക്കും മൈക്രോബ്സിനും ഒക്കെ ഉയർന്ന ഊഷ്മാവിലും താഴ്ന്ന ഊഷ്മാവിലും ജീവിക്കാൻ കഴിയില്ല. അവയ്ക്കും വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ കഴിയുന്ന ടെമ്പറേച്ചർ എന്താണ്? ഈ റൂം ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഫുഡ് ഐറ്റംസ് 2 മണിക്കൂറിൽ കൂടുതൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ കൂടുതലായിരിക്കും, മൈക്രോബ്സിന്റെ ഗ്രോത്ത് വളരെ കൂടുതൽ ഉണ്ടാവും, വളരെ പെട്ടെന്ന് ഫുഡ് പോയിസണിങ് വരും. അപ്പൊ തീർച്ചയായിട്ടും പാർസൽ ഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ അത് 2 മണിക്കൂർ കാത്തിരിക്കേണ്ട, വിത്തിൻ 1 അവർ തന്നെ അത് കഴിക്കാൻ പറ്റുമെങ്കിൽ മാത്രം പാർസൽ ഭക്ഷണങ്ങൾ വാങ്ങും. നമ്മൾ പലപ്പോഴും നമ്മൾ വൈകിട്ട് ഭക്ഷണം വാങ്ങും, രാത്രി 2 മണിക്ക് ശേഷം ഫുഡ് കഴിക്കും, അത്രയും നേരം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യും. ആ ഫുഡ് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഫുഡ് പോയിസണിംഗ് ചാൻസ് കൂടുതലാണ്. ഇത്തരത്തിലുള്ള പാർസൽ ഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ വിത്തിൻ 1 അവർ കഴിക്കാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങുന്ന ശീലത്തിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. ഞാനിത് പറയുന്നതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ നേരത്തെയുള്ള ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആയിരുന്ന ശ്രീ വിനോദ് സാറിന്റെ ലീഡർഷിപ്പിൽ നമ്മൾ പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് നെല്ലിക്ക. നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. നെല്ലിക്ക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അത് അറിയാൻ വേണ്ടി പറയണം. ഈ ഒരു വേദി ഞാൻ ഉപയോഗപ്പെടുത്തണം. നെല്ലിക്ക എന്ന് പറയുന്നത്, നെല്ലിക്ക നമുക്കറിയാം ആദ്യം കൈക്കും പിന്നെ മധുരിക്കും അല്ലെ. നെല്ലിക്ക എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം മലപ്പുറം ഡിസ്ട്രിക്ട് എന്ന് മാത്രമല്ല മലബാർ ഏരിയയിലൊക്കെ അല്ലെങ്കിൽ കേരളത്തിൽ മിക്കവാറും എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ അളവ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തെറ്റായ ഭക്ഷണ രീതിയാണ്. ഉയർന്ന ഷുഗറിന്റെ അളവ്, ഉയർന്ന സാൾട്ടിന്റെ അളവ്, ഉയർന്ന ഓയിലിന്റെ ഉപയോഗം, അതുപോലെ തന്നെ കൃത്രിമ നിറങ്ങളുടെ ഉപയോഗം. ഈ 4 കാര്യങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടറുടെ ലീഡർഷിപ്പിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നെല്ലിക്ക എന്ന് പറയുന്ന പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഇത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ നിലവിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ബാക്കി ഡിസ്ട്രിക്റ്റുകളിലേക്കും പിന്നീട് ചെയ്യുമായിരിക്കും. അപ്പൊ മലപ്പുറം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഭക്ഷണത്തിൽ ഷുഗറിന്റെയും സാൾട്ടിന്റെയും ഓയിലിന്റെയും ആർട്ടിഫിഷ്യൽ കളേഴ്സിന്റെയും അളവ് പരമാവധി കുറച്ചുകൊണ്ടുള്ള ശ്രമങ്ങൾ. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്ട്രിക്ട് കലക്ടറേറ്റിലൊക്കെ നമ്മൾ ഈ നടക്കുന്ന മീറ്റിംഗിലേക്ക് ഷുഗർ ഇല്ലാത്ത ചായയാണ് കൊടുക്കുന്നത്. അതുപോലെ തഹസിൽദാരുടെ മീറ്റിംഗിൽ ഷുഗർ ഇടാതെ ചായ കൊടുക്കുന്നത്. അതുപോലെ ഹോട്ടലുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മെനു, അതായത് ഹെൽത്തി ആയിട്ടുള്ള മെനു അവൈലബിൾ ആവുന്ന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതായത് നിങ്ങൾ ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഷുഗർ ഇല്ലാത്ത ചായ കിട്ടും, അല്ലെങ്കിൽ സാൾട്ട് കുറഞ്ഞുള്ള ഫുഡ് ഐറ്റംസ് കിട്ടും, ഇനി നമുക്ക് ആവിയിൽ വേവിച്ച ഫുഡ് ഐറ്റംസ് കിട്ടും. അത് ഹെൽത്തി ഷെൽഫ് എന്ന് പറയുന്ന ഒരു രീതി. അതായത് നമ്മൾക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഷുഗർ ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ ജ്യൂസുകൾ അല്ലെ. ഒരു ജ്യൂസ് കഴിക്കുമ്പോൾ അതിൽ 2, 3, 4 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ജ്യൂസ് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ജ്യൂസ് ഉപയോഗിക്കുന്ന നിങ്ങൾ കൂൾ ബാറിൽ കയറി കഴിഞ്ഞാൽ അവിടെ ജ്യൂസിന് പകരം കട്ട് ഫ്രൂട്ട്സ് ലഭിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കട്ട് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതായി, പക്ഷേ ഷുഗർ ഉള്ളിലേക്ക് പോകില്ല. അപ്പൊ ഈ രീതിയിലുള്ള കാതലായ മാറ്റങ്ങൾ നമ്മുടെ ഇത്തരത്തിലുള്ള FPOസിന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. അതായത് ഹോട്ടലുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഷുഗർ കുറഞ്ഞ, സാൾട്ട് കുറഞ്ഞ, ആവിയിൽ വേവിച്ച ഇത്തരത്തിലുള്ള ഫുഡുകൾ പ്രത്യേകമായിട്ടുള്ള ഷെൽഫുകളിൽ ക്രമീകരിച്ച് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നവർക്ക് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. കസ്റ്റമേഴ്സിന്റെ ആവശ്യമാണ്. കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഫുഡുകൾ കൂടി നമുക്ക് ഹോട്ടലുകളിൽ അവൈലബിൾ ആകുന്ന രീതിയിലുള്ള കാതലായ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ബേക്കറി ഫുഡ് ഐറ്റംസിൽ കളറിന്റെ അളവ് പരമാവധി കുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നമ്മൾക്ക് ഒരുപാട് കാറ്ററിംഗ് സർവീസുകൾ ഉണ്ടാവും. ഓക്കെ, കാറ്ററിംഗ് സർവീസുകൾ നമുക്ക് ഫുഡുകൾ, പലതരത്തിലുള്ള ഫുഡുകൾ അവൈലബിൾ ആണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മില്ലറ്റ്സും അതുപോലെ ആവിയിൽ വേവിച്ചതും ഇത്തരത്തിലുള്ള കട്ട് ഫ്രൂട്ട്സും ഇത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ഒരു പ്രത്യേക മെനു
ഇത്തരത്തിലുള്ള കാറ്ററിംഗ് സർവീസുകാർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാതലായ മാറ്റങ്ങൾ നമ്മൾ ഇതിലൂടെ ചെയ്തു വരുന്നുണ്ട്. നമുക്കറിയാം റംസാൻ സീസണാണ്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ റംസാൻ സീസണിൽ നമ്മൾ ഇപ്പോൾ ചെയ്തു പോരുന്ന ശീലം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം നമ്മൾ നോമ്പ് തുറന്ന ഉടനെ ഇത്തരത്തിലുള്ള ധാരാളമായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വലിച്ചു കയറ്റി കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെയൊക്കെ ഇത്തരത്തിൽ നെല്ലിക്ക എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനുള്ള റെസിഡൻസ് അസോസിയേഷന്റെ നമുക്ക് പിന്തുണയുണ്ട്, അതുപോലെ തന്നെ ബേക്കേഴ്സ് അസോസിയേഷന്റെ പിന്തുണയുണ്ട്, അതുപോലെ KHRA കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ പിന്തുണയുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ സംഘടനകളുടെയും പിന്തുണയോട് കൂടിയിട്ട് നെല്ലിക്ക എന്ന് പറയുന്ന പ്രോഗ്രാംസ് ഇത്തരത്തിലുള്ള ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മോഡറേറ്റർ ടൈം കൂടുതലായോ? സമയം അധികരിച്ചിട്ടുണ്ട്, പക്ഷെ ഇനി എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ ചുരുക്കി പറയുന്നതിൽ തടസ്സം. ഞാൻ ജസ്റ്റ് ഒരു ആയുർവേദ ഡോക്ടർ എന്നുള്ള ജസ്റ്റ് ഒരു ശ്ലോകം മാത്രം പറഞ്ഞു നിർത്താം. നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ് വാഗ്ബടാചാര്യൻ അഷ്ടാംഗത്തിൽ പറയുന്നുണ്ട്, നിത്യം ഹിതാഹാര വിഹാര സേവി സമീക്ഷകാരി വിശേഷു ആസക്ത ദാദാ സമഹ സത്യപരഹ ക്ഷമവാൻ ആപ്തോപസേവി സഭവത്യ രോഗ. അതായത് ആരോഗ്യമായി തീരാൻ അല്ലെങ്കിൽ ആരോഗ്യമുള്ള വ്യക്തിയായി തീരാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു 8 കാര്യങ്ങൾ പ്രധാനമായിട്ടും ആചാര്യൻ പറയുന്നുണ്ട്. അതിലൊന്നാണ് നിത്യം ഹിതാഹാര വിഹാര സേവി, നിത്യവും ഹിതമായിട്ടുള്ള ആഹാര വിഹാരങ്ങൾ. അതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഏറ്റവും നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ്, സേഫ് ആയിട്ടുള്ള ഫുഡ്, അധികം ഷുഗർ ഇല്ലാത്ത, അധികം സാൾട്ട് ഇല്ലാത്ത, അധികം കലോറി ഇല്ലാത്ത, അധികം കൃത്രിമ നിറങ്ങൾ ചേർക്കാത്ത ബാലൻസ്ഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതാണ് നിത്യം ഹിതാഹാരം. അതുപോലെ നിത്യം വിഹാരം, കൃത്യമായിട്ടുള്ള എക്സസൈസ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. നിത്യം ഹിതാഹാര വിഹാര സേവി. അതുപോലെ തന്നെ സമീക്ഷകാരി വിശേഷു ആസക്ത. സമീക്ഷകാരി, നമ്മൾ ലൈഫിന്റെ ഈ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് മാത്രം പോരാ, നമ്മുടെ മെന്റൽ ഒരു കണ്ടീഷൻ, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ശ്ലോകത്തിൽ പറയുന്നതാണ്. സമീക്ഷകാരി വിശേഷു ആസക്ത. സമീക്ഷകാരി, നിങ്ങൾ കാര്യങ്ങളെല്ലാം ആലോചിച്ച് പ്രവർത്തിക്കുന്നവരാവണം. അതായത് നമ്മൾ നല്ല ബാലൻസ്ഡ് ഡയറ്റായി നമ്മൾ ജിമ്മിലേക്ക് പോയി നല്ല ആരോഗ്യമുള്ള ആളായി നടക്കുകയാണ്. പക്ഷെ നമ്മൾ ഒട്ടും ആലോചിക്കാതെ റോഡ് ക്രോസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഒരു വണ്ടി വന്നിടിച്ചിട്ട് ആൾ തട്ടിപ്പോകും. അപ്പൊ തീർച്ചയായിട്ടും സമീക്ഷകാരിയായിരിക്കണം നമ്മൾ. അതുപോലെ വിശേഷു ആസക്ത, ഒരു വിഷയത്തിലും ആസക്തി പാടില്ല. അത് മദ്യത്തിലാവട്ടെ, പുകവലിയിലാവട്ടെ, ഇനി ഫുഡിലാവട്ടെ, ഇനി മൊബൈൽ ഫോണിലാവട്ടെ, ഇന്റർനെറ്റിലാവട്ടെ, ഏതിലും ഒരു ആസക്തി പാടില്ല. അതാണ് വിശേഷു ആസക്ത. ദാദാ സമഹ, നമ്മൾ ദാനശീലം വളർത്താൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദാനശീലം വളർത്തുന്നതിന്റെ വിശ്വാസികളുടെ ആവാക്കം ചിന്തിക്കല്ല. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ മെന്റൽ ഒരു പ്രഷർ ഉണ്ട്, നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. ആ ഹാപ്പിനെസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതുവഴി നമുക്ക് ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വരാതെ ദാദാഹ സമഹ സത്യപരഹ ക്ഷമവാനായിരിക്കുക, സത്യവാനായിരിക്കുക, ആപ്തോപസേവി, അതായത് മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കേൾക്കുക, അതുപോലെ പ്രവർത്തിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. Thank you. Thank you, Dr. Musthafa. It was not just eye-opening, but also eye-popping. കാതലായ മാറ്റം വരുത്തേണ്ടത് കൺസ്യൂമറിന്റെ മനോഭാവത്തിലാണ് എന്നുള്ളൊരു പോയിന്റും, അതുപോലെ തന്നെ ബോധവൽക്കരണത്തിൽ നിന്ന് ശീലവൽക്കരണത്തിലേക്കുള്ള മാറ്റം വേണമെന്നുള്ള പോയിന്റും പ്രത്യേക ശ്രദ്ധ വേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ചോദ്യോത്തര വേളയാണ്. നമുക്ക് ലിമിറ്റഡ് ക്വസ്റ്റ്യൻസിനുള്ള സമയമേ ഉള്ളൂ. ആർക്കെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ചാറ്റിലിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്പോൺസ് സിംബൽസ് ഉപയോഗിച്ച് കൈപോക്കുക. ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. So if you want to give a feedback, which we value, because that will help us to improve our later sessions, please do share your details if you want to be updated with our next program, and do ask questions. I have a few questions. If you have any questions, raise your hands using whatever technology you have on Zoom. Anthony, are you around? Okay, I have this question for, I guess, Dr. G and Ramesh. We will limit to 5 questions given the time is a bit late.
following diets such as keto, intermittent fasting, etc., have for a short period, 8 to 12 weeks, have been beneficial for me. I mean, to the one of the audience, I have tried both at different occasions and have been benefited by the same. Even my BP level came down and I could reduce the dosage of my BP medication. So if I were to follow the diet for a certain period till I reach my target, is that a big issue? Thank you for the question. I think definitely not. I'll keep my answer very short. The very restrictive diets like keto diet and Mediterranean diet, these are the diets which when used for a long time become a bit uncomfortable as far as adverse effects is concerned. But intermittent fasting, moderate intermittent fasting, I'm not talking about extended, but moderate intermittent fasting is a very good way to go about it in the long term. So once a target is achieved, no problems, you can continue it. Only thing is we must not overdo it. So that is something which is important. We sometimes tend to follow what Google tells us or Facebook or YouTube tells us. That becomes a problem. So do what is good for you, do what is comfortable with you. At the same time, do it under medical supervision. Anthony, I asked your question. Yeah, I know. That is from him. Yes. Yeah. Okay. Thank you, Doctor. So all these diets, if you're looking at weight loss as one of the targets, all these diets would achieve 10 to 20% weight loss over 6 months in everyone, irrespective of what diet you're using. Beyond that, it becomes a challenge. So I think beyond that, the main aim is to maintain that weight, sticking to the diet which has helped you, which you are comfortable with, without trying to overdo it. So some people tend to sort of go on to the next stage and start overdoing it. That becomes a problem. Understood. Thank you. Actually, എനിക്ക് പോർഷൻ കൺട്രോൾ ഈസി ആയതിനു ശേഷം അതാണ് ഏറ്റവും വലിയ ഉണ്ടായ ഗുണം. ക്വാണ്ടിറ്റി കുറയ്ക്കാൻ സാധിച്ചു. As you said, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം. Yeah, I did mention that once portions are actually determined by mindset. Now, once your body gets used to that small portion, then any portion bigger than that becomes an overload, and your body gets used to it. So that portion becomes the norm for your body. It's easy. Only the first 2 weeks is a challenge. Thank you. Right. Is there a relationship between the genetic factors and obesity? If there is, how do we control that if it is a genetic, if I call it disorder or a characteristic, or maybe characteristic? So either fatty liver patients, there are 2 types of risk factors. One is a risk factor which are reversible, and 2 is the risk factors which are irreversible. The reversible risk factors, there are plenty. The irreversible risk factors, one of them is genetics. Unfortunately, science so far has not given us any answer to this particular question about whether we can do anything to modify the genes. Genes are something that we are born with, we die with, we live with. So that is something we cannot control. But at the same time, we need to look at the other risk factors. The modifiable risk factors are something that we can do. So whenever there is an irreversible risk factor, I think we need to concentrate more on the modifiable risk factor and ensure that we adhere. Thank you. Next question is to Dr. Bipin. Bipin, Doctor, fake claims ne kurichum അത് സെറ്റിൽ ചെയ്യാൻ അവർ ഫൈൻ തരുന്നതിനെ കുറിച്ചും പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും ദേഷ്യം കമ്പനികളോടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ്? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, കമ്പനീസ് ആർ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് ആർഗ്യുബിൾ ലൂപ്പ് ഹോൾ, നോട്ട് ഇൻ ദ ലോ, ഐ തിങ്ക് ഇൻ ദ പ്രാക്ടീസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ഇറ്റ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും അത് സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത്? ഫൈൻ കൂട്ടാം, ഇംപ്രിസൺമെന്റ് കൊണ്ടുവരാം കമ്പനി റെപ്രസെന്റേറ്റീവ്സിന്. അപ്പോൾ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണോ? എന്തായിട്ടാണ് ഡോക്ടർ ബിപിൻ അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തെല്ലാം ഒരു ഇൻഡസ്ട്രി ഇന്റർഫറൻസ് തീർച്ചയായിട്ടും ഉണ്ട്.
നമ്മുടെ ഈ പോളിസീസ് ഉണ്ടാക്കുന്നതിലും നമ്മുടെ ഈ പിന്നെ ഞാൻ ഗവൺമെന്റ് സൈഡിലുള്ള ഒരാളാണ്. ഞാനപ്പോൾ ഞാൻ പറയുന്നതിന് അതിൻ്റെ അകത്തൊരു ലിമിറ്റേഷനും ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ പോളിസീസ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ ഇൻഡസ്ട്രീസിനൊരു വലിയ റോള് അവിടെ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലൂപ്പ് ഹോൾസ് എല്ലാം നമ്മളെക്കാളും നന്നായിട്ട് പഠിച്ചു വെക്കുന്നത് ഇതുപോലെയുള്ള ഇൻഡസ്ട്രീസ് ആണ്. അത് ടുബാക്കോ മേഖലയിൽ എടുത്താലും ശരി, ഫുഡ് ഇൻഡസ്ട്രിയിൽ എടുത്താലും ശരി, ഏത് ഒരു ഇതെടുത്താലും അതിന്റെ പോസിറ്റീവ് സൈഡിനേക്കാളും അതിൻ്റെ അകത്ത് എവിടെയൊക്കെ ലൂപ്പ് ഹോൾസ് ഉള്ളതിനെ കുറിച്ച് ദീസ് പീപ്പിൾ ആർ വെരി മച്ച് അവെയർ ഓഫ്. അപ്പൊ അതിലൂടെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്താം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോൾസ് ക്ലെയിം കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം. അപ്പൊ അതുപോലെ ഇതുപോലെ ഇത് മാത്രമല്ല, വേറെ കുറെ ഡ്രഗ്സിനും ഇപ്പം എയ്ഡ്സ് മരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ രീതിയിൽ പബ്ലിസിറ്റി കൊടുത്തു ഭയങ്കര കോടികൾ സമ്പാദിച്ചിട്ടുള്ള കേസുകളുണ്ട്. അതുപോലെ തന്നെ പുതിയ ആയുർവേദ പ്രോഡക്ട്സ് നമുക്ക് ഇഷ്ടംപോലെ ഫീൽഡിൽ ഇറങ്ങുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു ഔട്ട്കമോ അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടോ ഒന്നും ആരും പഠിച്ച ശേഷമല്ല ഇങ്ങനെയുള്ള ക്ലെയിംസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെയൊക്കെ വിവേചന ബുദ്ധിയോടുകൂടി ഇത് വേണമോ വേണ്ടേ എന്ന് തിരഞ്ഞെടുക്കേണ്ടത് ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു വളർച്ച ഒരു കൺസ്യൂമർ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. ഗവൺമെന്റ് സർവീസിന്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയേ പറയാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ നേരത്തെ ഡോക്ടർ മുസ്തഫ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായിട്ട് കൺസ്യൂമറിന്റെ മനോഭാവം മാറുകയാണെങ്കിൽ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മുഴുവനായിട്ട് മനസ്സിലാക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇക്കാര്യങ്ങളിൽ വ്യത്യാസം വരും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനി ഒരു ചോദ്യം കൂടെ നമുക്ക് സമയമുള്ളൂ, അല്ലെങ്കിൽ 2 ചോദ്യങ്ങൾ കൂടെ. ഒന്ന് ഡോക്ടർ ബിപിനോട് തന്നെയാണ്. യോഗയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ഉള്ളതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്? അപ്പം യോഗ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സർക്കാർ. ഒരു സാധാരണ ജനറൽ എക്സസൈസിന് ഉപരി യോഗയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് സ്റ്റിൽ എ കോൺട്രവേഴ്സി. കാരണം യോഗ ഒരു ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് അതിനൊരു ബദലായിട്ട് നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല. യോഗ ശരിക്കും ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് എന്ന് തന്നെയാണ് യോഗ പഠിപ്പിക്കുന്ന ആൾക്കാരും പറയുന്നത്. അപ്പം ഈ നമ്മൾ നേരത്തെ ഈ ഫുഡിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത, ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് ക്ലെയിംസ് യോഗയ്ക്കും നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, യോഗ ചെയ്യുന്നത് കൊണ്ട് ആർക്കും ഇതുവരെ എന്തെങ്കിലും ഒരു ദൂഷ്യഫലം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ യോഗയ്ക്ക് സർക്കാർ എപ്പോഴും, പ്രത്യേകിച്ച് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് വളരെയേറെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗയുടെ പ്രോഗ്രാംസ് എല്ലാം തന്നെ മുഖ്യമന്ത്രി തന്നെയാണ് വന്ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അതിൻ്റെ ഒരു പോസിറ്റീവ് സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനോട് എതിർപ്പുള്ള ഒരുപാട് ആൾക്കാരുമുണ്ട്. കാരണം ഇത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ അവകാശപ്പെടുന്ന ആൾക്കാരുമുണ്ട്. ദർ ഈസ് ഓൾവേസ് എ കോൺഫ്ലിക്റ്റ് ഇത് തമ്മിൽ. പക്ഷെ തൽക്കാലം വേറെ ദോഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് അംഗീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. താങ്ക് യു. അവസാനത്തെ ചോദ്യം ഇത് ഡോക്ടർ മുസ്തഫയോടാണ്. How is the progress made in reducing the use of pesticides and insecticides in agriculture? നമ്മൾ ഡോക്ടർ മുസ്തഫ സമയക്കുറവ് കൊണ്ട് തന്നെയാണ് ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ ആംഗിളിൽ നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ മനോഭാവത്തിൽ കാതലായ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു. പക്ഷെ കൺസ്യൂമർ വാങ്ങിക്കുന്ന വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഗ്രെയിൻസിലും വരുന്ന പെസ്റ്റിസൈഡ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൽ വരുന്ന പോയ്സനെ കുറിച്ചും കൺസ്യൂമർക്ക് ഒട്ടും കൺട്രോൾ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ലേബലുകളിൽ ഇല്ലെങ്കിൽ ഒട്ടും കൺട്രോൾ ഇല്ല എന്ന് തോന്നുന്നു. അത്തരം കാര്യങ്ങളിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഫുഡ് സേഫ്റ്റി ഉറപ്പുവരുത്താൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ മുഴുവൻ അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ മുസ്തഫ മ്യൂട്ടാണ്.
ഓക്കെ, ഓഡിബിൾ. യെസ്. പെസ്റ്റിസൈഡിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫാർമേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ നമ്മൾ ഫുഡ് സേഫ്റ്റി ആക്ടിന്റെ പരിധിക്ക് പുറത്താണ്. നമ്മൾ FBOs ആണ് ഫുഡ് സേഫ്റ്റി ആക്ടിന്റെ കീഴിൽ വരുന്നത്. ഈ പെസ്റ്റിസൈഡുകളും ഇത്തരത്തിലുള്ള കീടനാശിനികൾ ചേർക്കുന്നത് ഫാർമർ ലെവലിലാണ്. ഫാർമർ ലെവലിൽ ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ, നമുക്ക് ഇത്തരത്തിലുള്ള കൃഷി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഫാമേഴ്സിന്റെ ഇടയിൽ പരമാവധി അവയർനെസ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, ഫാർമർ ലെവലിൽ നമുക്ക് ഒരിക്കലും ഈ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഫാർമേഴ്സ് ഫുഡ് സേഫ്റ്റി ആക്ടിന്റെ പെർവ്യൂവിന് പുറത്താണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഒരിക്കലും ഒരു മാനുഫാക്ചറർ അല്ലെങ്കിൽ ഒരു FBO ഒരിക്കലും ഇത്തരത്തിലുള്ള പെസ്റ്റിസൈഡ് ചേർക്കുന്നില്ല. ചേർക്കുന്നതൊക്കെ ഫാർമർ ലെവലിലാണ് ചേർക്കുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. അതാണ് ഒരു പ്രശ്നം. നമുക്ക് ഇതിൽ എൻഫോഴ്സ് ചെയ്യുന്നതിനുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഫാർമർ ലെവലിലാണ് പെസ്റ്റിസൈഡുകൾ ചേർക്കുന്നത്. ഫാർമേഴ്സ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ആക്ടിന്റെ പെർവ്യൂവിൽ വരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവർ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലൊക്കെ നമുക്ക് പെസ്റ്റിസൈഡ് ഉണ്ടെങ്കിൽ കൂടിയും അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. പിന്നെ നമുക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന റൈസ് പൗഡർ ആവട്ടെ അല്ലെങ്കിൽ ചില്ലി പൗഡർ ആവട്ടെ, ഇത്തരത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയാത്ത ഐറ്റംസ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പലപ്പോഴും നേരത്തേക്ക് ഒത്തിരി ബ്രാൻഡ് ചില്ലി പൗഡറുകളും ടെർമറിക് പൗഡറുകളും കൊറിയാണ്ടർ പൗഡറൊക്കെ നമ്മൾ സാമ്പിൾ എടുത്ത് പരീക്ഷിച്ചപ്പോൾ ഇത്തരത്തിലുള്ള കീടനാശിനികൾ ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള കമ്പനികൾക്ക് അത് കൃത്യമായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില്ലി, ഇത്തരത്തിലുള്ള പൗഡേഴ്സ് പരമാവധി നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്ത് അത്തരത്തിലുള്ള പൗഡേഴ്സ്, അതായത് നമ്മൾ ക്ലീൻ ചെയ്യാത്ത റൈസ് ക്ലീൻ ചെയ്യാതെ കൃത്യമായിട്ട് ക്ലീനിങ് നടത്താതെ നമ്മൾ അത് പൊടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റൈസിലുള്ള കീടനാശിനികൾ നേരിട്ട് ഇതിലേക്ക് വരും. അപ്പൊ ഇത്തരത്തിലുള്ള റൈസ് പൗഡർ ആവട്ടെ അല്ലെങ്കിൽ ചില്ലി പൗഡർ ആവട്ടെ ടെർമറിക് പൗഡർ ആവട്ടെ, ഇത്തരത്തിലുള്ള ഐറ്റംസ് പരമാവധി സാമ്പിൾ കളക്ട് ചെയ്തുകൊണ്ട് അതിലുള്ള പെസ്റ്റിസൈഡ്സിന്റെ നമ്മൾ അളവ് നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ച് വരുന്നുണ്ട്. അത്തരത്തിൽ കാണുന്ന കമ്പനികൾക്ക് കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ധാരാളം കമ്പനികൾ ഇപ്പോൾ നിലവിൽ ജെഫ്സിൻ കോടതികൾ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ ആസ് എ കൺസ്യൂമർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള പൗഡറുകളിൽ ഇപ്പോഴും ഈ പെസ്റ്റിസൈഡിന്റെ അളവ് കുറച്ചൊക്കെ കണ്ടുവരുന്നുണ്ട്. നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള റോ ആയിട്ടുള്ള അരിയൊക്കെ വാങ്ങിച്ച് നമ്മൾ തന്നെ കഴുകി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം. പിന്നീട് ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണെങ്കിൽ നമ്മൾ പരമാവധി കഴുകി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ, ടാപ്പ് വാട്ടറിൽ കഴുകിയാൽ തന്നെ 60 to 70% പെസ്റ്റിസൈഡ് പോകുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇത്തരത്തിലുള്ള വിനെഗർ സൊല്യൂഷൻ ആവട്ടെ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയുടെ സൊല്യൂഷൻ ആവട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 90% അല്ലെങ്കിൽ 99% പെസ്റ്റിസൈഡ് നമുക്ക് ഒഴിവാക്കാം. പിന്നീട് നമ്മൾ തൊലി കളഞ്ഞ് ഉപയോഗിക്കാവുന്ന ഫ്രൂട്ട്സ് ആവട്ടെ വെജിറ്റബിൾസ് ആവട്ടെ പരമാവധി നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതിനുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫാർമേഴ്സ് ലെവലിലാണ് ഇത്തരത്തിലുള്ള പെസ്റ്റിസൈഡുകൾ ഉപയോഗം നടക്കുന്നത്. അത് ലിമിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ഫുഡ് സേഫ്റ്റി ആക്ടിനില്ല. കാരണം ഫുഡ് സേഫ്റ്റി ആക്ടിന്റെ പരിധിന് പുറത്താണ് ഫാർമേഴ്സ്. ഓക്കെ, പിന്നെ നമ്മൾ കൺസ്യൂമർ എന്ന രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പരമാവധി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വാങ്ങിയിട്ട് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക. പൗഡർ ഫോമിൽ ഉപയോഗിക്കുന്ന പരമാവധി റോ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഞാൻ ഒരു കാര്യം കൂടെ ഈ ഒരു കാര്യത്തിൽ ഒന്ന് ആഡ് ചെയ്തോട്ടെ. തീർച്ചയായും. നമ്മുടെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. നമുക്ക് വരുന്ന പച്ചക്കറികളും പഴങ്ങളും എല്ലാം മെജോറിറ്റിയും കേരളത്തിന് പുറത്തു നിന്നാണ് വരുന്നത്. ആ ഒരു സംസ്കാരം നമുക്ക് നിലനിർത്തുന്നിടത്തോളം കാലം നമുക്ക് ഈ പെസ്റ്റിസൈഡിന്റെ ഒരു വിഷയം നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഇന്ന് എൻഡോസൾഫാൻ, നമ്മളൊരു സ്റ്റഡി നടത്തിയതിൽ എൻഡോസൾഫാന്റെ അളവ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കറിവേപ്പിലയിലാണ്. ഈ കറിവേപ്പില നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല. നമ്മൾ തന്നെയല്ല, ഈ ഭക്ഷണം പാകം ചെയ്തിട്ട് ഏറ്റവും അവസാനമാണ് ഈ കറിവേപ്പില നമ്മൾ എടുത്ത് ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ശരീരത്തിൽ എത്ര ശതമാനം എൻഡോസൾഫാന്റെ പ്രസൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഇറ്റ്സ് ബിയോണ്ട്. ഓക്കെ, താങ്ക് യു. അങ്ങനെ മാറുന്ന ഭക്ഷണശീലങ്ങൾ, രോഗം തേടുന്ന രുചികൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രഭാഷകർക്കും നന്ദി. എനിക്ക് മനസ്സിലായത് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പരിഹാരങ്ങളുമുണ്ട്. കാതലായ മാറ്റം സംഭവിക്കേണ്ടത് നമ്മുടെ മനസ്സുകളിലാണ്. ഹാപ്പി ലിവിങ്, ഡോക്ടർ GN രമേശിന്റെ വാക്കുകൾ കടമെടുത്ത് ഹാപ്പി ലിവിങ് ആൻഡ് എ ഗുഡ് നൈറ്റ്. പക്ഷെ ഇതിന്റെ ഫോർമൽ ആയിട്ടുള്ള നന്ദി പ്രകടനത്തിന് ഞാൻ അസീസിനെ ക്ഷണിക്കുന്നു. ഓക്കെ, ഞാൻ എന്നെ തന്നെ മ്യൂട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, ഫോർമൽ നന്ദി പ്രകടനം എന്ന് പറഞ്ഞാൽ നമ്മള് ഭൗമത്തിന്റെ ഈ
വെബിനാർ സീരീസ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏറ്റവും കാലിക പ്രസക്തമായ കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും ജനങ്ങളിലേക്ക് ചെല്ലുന്നത്. ഹോമം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ജനങ്ങളിലെ അവയർനെസ് കൊണ്ടുവരിക, ഓരോ കാര്യങ്ങളെ എങ്ങനെ സമീപിക്കണമെന്ന് ചെറിയ തോതിലെങ്കിലും ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുക, ഇങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എടുത്ത് നമ്മൾ വിശകലനം ചെയ്യുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സമയത്തും ഈ ഓരോ സെക്ടറിലുള്ള അതിലുള്ള പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളെയാണ് നമ്മൾ സ്പീക്കേഴ്സ് ആയിട്ട് കൊണ്ടുവരുന്നത്. ഇപ്രാവശ്യം നമുക്ക് ഡോക്ടർ GN രമേശ് സാറും അതുപോലെ ഡോക്ടർ ബിപിൻ K ഗോപാലും ഡോക്ടർ മുഹമ്മദ് മുസ്തഫ വളരെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നേരിട്ട് നമ്മളെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുമായിട്ട് ഡോക്ടർ മുഹമ്മദ് മുസ്തഫയും നമ്മൾക്ക് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേരാൻ സന്മനസ് കാണിച്ചു. അതിന് 3 പേരോടും ഹോമത്തിന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പിന്നെ വളരെ ബിസി ആയിരുന്നിട്ടും നമ്മുടെ ഹോമത്തിന്റെ മെമ്പർ ആണെങ്കിൽ പോലും രാജേഷ് മുട്ടത്ത് ഇത് മോഡറേറ്റ് ചെയ്യാൻ ഏറ്റെടുത്തത് വളരെ നന്ദിയുണ്ട് രാജേഷിനോട്. പിന്നെ ഇതില് ഹോമത്തിലെ മെമ്പേഴ്സ് എല്ലാവരും ക്ഷണിച്ചിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പലപ്പോഴും സ്പീക്കേഴ്സായിട്ട് വന്നിരുന്ന ആളുകൾ പോലും നമ്മളുടെ ഓഡിയൻസിന്റെ ലിസ്റ്റിൽ കാണുന്നുണ്ട്. അവരെ എല്ലാവരെയും ഞങ്ങൾ കണ്ടതായിട്ട് തന്നെ അറിയിക്കുന്നു. ഞങ്ങളുടെ സ്നേഹം ഇതോടുകൂടി അറിയിക്കുന്നു, നന്ദിയും അറിയിക്കുന്നു. അടുത്ത ഒരു വെബിനാർ വരുമ്പോഴേക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ നിർബന്ധമാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെയാണ് നമ്മൾ അടുത്തൊരു വെബിനാറിനെ കുറിച്ച് കൂടുതൽ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ശക്തി തരുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹോമത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഹോമത്തിന്റെ മെമ്പർമാരും എല്ലാം നമ്മളുടെ ഈ ഓഡിയൻസ് ലിസ്റ്റിൽ ഉണ്ട്. അവരൊക്കെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ അതേസമയം ഹോമത്തിന്റെ സെമിനാർ നമ്മുടെ ജനങ്ങളിലേക്ക് അവരുടെ ആവശ്യങ്ങളെ എങ്ങനെ കൺഫ്രണ്ട് ചെയ്യാം എന്ന നമ്മളുടെ ഒരു വെറും ചെറിയ ഒരു ഉദ്യമമാണ് ഈ വെബിനാർ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. I'm sure all of us would have picked some information or knowledge from this session for us to implement in our daily lives. It's going to be difficult. Let me remind you, tomorrow is Easter. But let us not leave that thought or knowledge here in this room. Wishing you all happy and healthy days ahead. Happy Easter and good night, all of you. Thank you all for joining. Thank you very much, and good night to you all, and wish you the same. It was great, Dr. Bipin and Dr. Musthafa, a lot of knowledge gained, and especially Dr. Bipin, I wanted to carry on the discussion with you about your project.